ഇന്നത്തെ വചനധ്യാനത്തിന് ആധാരമായി വായിച്ച പാഠഭാഗം എല്ലാവരും ശ്രദ്ധിച്ചു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. സഭയുടെ കലണ്ടറിൽ വളരെ പ്രത്യേകതയുള്ള ഒരു ദിനമാണ് ഇത്. ദനഹ. കർത്താവായ യേശുക്രിസ്തു യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേൽക്കുന്ന യോർദാൻ നദിയിൽ അവിടെ നടക്കുന്ന വലിയ അനുഭവങ്ങൾ യോഹന്നാൻ സ്നാപകൻ എന്ന കഥാപാത്രത്തെ കേന്ദ്രമാക്കി ചില ചിന്തകൾ ധ്യാനിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നും ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് മർക്കോസ് സുവിശേഷം ആരംഭിക്കുന്നത്. അത് യെശയ്യാ പ്രവചനത്തിൽ നിന്ന് തന്നെ വായിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിക്കുന്നു. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 3-4. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവീൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവീൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരേണം. വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അരുളപ്പാടുകൾക്ക് ചെവി കൊടുക്കുവാൻ നീ ഞങ്ങൾക്ക് അവസരം വീണ്ടും വീണ്ടും തരുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഈ വചനപീഠത്തിൽ, ഈ കൂടാരത്തിൽ ഞങ്ങൾ ഒന്നിച്ച് കൂടിയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ യേശുവിൻ്റെ മേൽ വന്നത് അനുഭവം. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം ഞങ്ങളുടെ നാവുകളിൽ, ഹൃദയങ്ങളിൽ, ജീവിതത്തിൽ ഉണ്ടാകണമേ. പുതുവഴികളെ കണ്ടെത്തി സമർപ്പിതരായി മടങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. മലയാളത്തിൽ ആധുനിക കാലഘട്ടത്തിൽ ശ്രദ്ധേയനായിരുന്ന, കുറച്ചു കാലം മാത്രം ജീവിച്ചിരുന്ന കവി NN കക്കാടിൻ്റെ വഴി വെട്ടുന്നവരോട് എന്ന കവിതയിലെ 4 വരികൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രസംഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇരുവഴിയിൽ പെരുവഴി നല്ലു, പെരുവഴി പോ ചങ്ങാതി. പുതുവഴി നീ വെട്ടുന്നെങ്കിൽ പലതുണ്ടേ ദുരിതങ്ങൾ. പുതുവഴി നീ വെട്ടുന്നാകിൽ പലതുണ്ടേ ദുരിതങ്ങൾ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം എന്ന് നിർബന്ധിച്ച യോഹന്നാൻ സ്നാപകൻ, അതിന് മാർഗതടസ്സം സൃഷ്ടിച്ച അഹന്തയുടെ മതിലുകളൊക്കെ ഇടിച്ചു നിരത്തി വഴിയിലെ വളവുകളും തിരിവുകളുമൊക്കെ നേരെയാക്കി, കുഴികൾ നികത്തി, ദുർഘടമായത് നിരപ്പാക്കി, ദൈവരാജ്യത്തിലേക്കുള്ള ഒരു പുതുവഴി അത് വെട്ടിത്തുറന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് സ്നാപക യോഹന്നാൻ, അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകൻ. ഒരെഴുത്തുകാരൻ അദ്ദേഹത്തെ ഒരു നല്ല കഥാപാത്രമായിട്ട് വർണ്ണിച്ചിരിക്കുന്ന വാക്കുകൾ വളരെ ഹൃദ്യമാണ്. പതറാത്ത സ്വരം, ഇടറാത്ത ചുവടുകൾ, മുഖത്ത് പ്രവാചക ഗാംഭീര്യം, മിഴികളിൽ തീഷ്ണതയുടെ തിളക്കം, മെനു വെട്ടുക്കിളിയും കാട്ടുതേനും, ഡ്രസ് കോഡ് മരവുരിയും തോൽ വസ്ത്രവും. ഉരുക്കും മനുഷ്യൻ ആണ്, പക്ഷേ ലാളിത്യം തുടിക്കുന്ന വ്യക്തിത്വം. മരുഭൂമിയിലാണ് വാസം, കഠിന വ്രതമാണ്, താപസ ജീവിതമാണ് ഇഷ്ടം. യോഹന്നാൻ സ്നാപകൻ സാധാരണ കാണുന്ന മനുഷ്യനിൽ നിന്ന് രൂപത്തിലും ഭാവത്തിലും ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും എല്ലാം വേറിട്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മീയത എന്ന് പറയുന്നത് ആ കാലം വരെ യഹൂദ സമൂഹം വെച്ചു പുലർത്തിയ പരീശന്മാരുടെ കൈമുതലായിരുന്ന ആത്മീയതയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആത്മീയ അനുഭവം അദ്ദേഹത്തിന് ഉണ്ട്. ആദർശത്തിൻ്റെ അഗ്നിശുദ്ധി വരുത്തിയ
ആ വലിയ ഒരു ആധ്യാത്മിക ചൈതന്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തീഷ്ണമായ ദൗത്യ ബോധം ആണ്. ആരുടെ ബലത്തിലാണ് ഇത്ര ശക്തമായിട്ട് യോഹന്നാൻ സ്നാപകൻ സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, കർത്താവിൻ്റെ കരം, ആ കരത്തിൻ്റെ പിന്തുണ മാത്രം ആണ്. കർത്താവിൻ്റെ വഴി ഒരുക്കി, കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ വക്താവായി, സ്പോക്സ് പേഴ്സണായി ജീവിതം അതിൻ്റെ സമ്പൂർണതയിൽ കർത്താവിന് വേണ്ടി ഹോമിച്ച ആളായി അദ്ദേഹത്തെ കാണും. 400 വർഷത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം പ്രവാചക ശബ്ദങ്ങൾ മുറിഞ്ഞുപോയ ഒരു കാലഘട്ടം, പുരോഹിത പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്ന സക്കറിയാവിൻ്റെയും എലിസബത്തിൻ്റെയും മകനായി ദൈവദൂതൻ്റെ ദർശനത്തിലൂടെ അത്യത്ഭുതകരമായി ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ മാതാപിതാക്കൾക്ക് ജനിച്ച ഇരുവരും നീതിയുള്ള കർത്താവിൻ്റെ സകല കൽപ്പനകളിലും എല്ലാ ചട്ടങ്ങളിലും അതുപോലെ സാക്ഷ്യജീവിതം നയിക്കുന്ന മാതാപിതാക്കളുടെ പൗരോഹിത്യ പാരമ്പര്യം, അതിൻ്റെ പാരമ്യത്തിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന പൗരോഹിത്യ കുടുംബത്തിൽ പിറന്ന യോഹന്നാൻ പൗരോഹിത്യത്തിൻ്റെ പിൻബലമുള്ള ആളാണ്. എന്നാൽ പ്രവാചക കണ്ണിയിൽ അവസാനത്തെ ഘട്ടമായിട്ട് നിൽക്കുമ്പോൾ പ്രവാചക ദൗത്യത്തിൻ്റെ അവസാന വാക്കുപോലെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ആളായി യോഹന്നാൻ സ്നാപകനെ കാണുമ്പോൾ ഒരുപോലെ പുരോഹിതൻ അല്ലെങ്കിൽ പ്രവാചകൻ എന്ന ദൗത്യ രേഖയിൽ ചേർന്ന് നിൽക്കുന്ന ആളായിട്ട് അദ്ദേഹത്തെ കാണുന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഈ മൈക്കിൻ്റെ ശബ്ദം പോലല്ല, മരുഭൂമിയിൽ വിളിച്ച് പറയുന്ന ശബ്ദം, ദിഗന്ധങ്ങൾ മുഴങ്ങുന്ന ശബ്ദം, ഇതുവരെ കേൾക്കാത്ത അഭിസംബോധന വാക്കുകൾ, സർപ്പസന്തതികളെ, അണലി സന്തതികളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് മാനസാന്തരത്തിൻ്റെ പ്രസംഗം പ്രഘോഷിച്ച വേറിട്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയായി സ്നാപക യോഹന്നാൻ നിൽക്കുകയാണ്. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ദിവസം സഭയായിട്ട് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു സുവിശേഷ ഭാഗമായതുകൊണ്ടാണ് ഈ ഭാഗത്തു നിന്ന് സ്നാപക യോഹന്നാനെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ മറ്റ് കഥാപാത്രങ്ങൾക്കില്ലാത്ത ഒരുപാട് വേറിട്ട രീതികൾ അദ്ദേഹത്തിന് ഉണ്ട്. ഇന്ന് സിനിമാ ലോകം നമ്മുടെ സാധാരണ ജീവിതത്തിൽ നിന്നൊത്തിരി അകലെയല്ല. പ്രത്യേകിച്ച് അടൂർ ഗോപാലകൃഷ്ണൻ പോലെയുള്ള ഇൻ്റർനാഷണൽ ഫിലിം ലോകത്തുള്ള ആളുകളുടെ പാദസ്പർശമുള്ള അടൂരിലിരുന്ന് ചിന്തിക്കുമ്പോൾ ഒരു സിനിമയെപ്പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു പോകുന്നതിനകത്ത് പാപമില്ല എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. സിനിമകളിൽ ഗസ്റ്റ് റോൾ എന്നൊരു റോൾ ഉണ്ട്. മുഖ്യ കഥാപാത്രങ്ങൾ, ആ സിനിമയുടെ ആദിയോടന്തം നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രങ്ങൾക്കിടയിൽ ആ കഥയെ മുഴുവൻ നയിക്കുകയും തിരിക്കുകയും ചെയ്യത്തക്ക രീതിയിൽ വളരെ ചുരുങ്ങിയ സമയത്തേക്ക് വന്ന് ആ കഥയെ മുഴുവൻ ഒരു വഴിത്തിരിവിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന പ്രഗത്ഭ കഥാപാത്രങ്ങൾ ഉണ്ട്. നിങ്ങൾ വീട്ടിൽ ചെന്ന് റെഫർ ചെയ്യുന്നതിന് വേണ്ടി പറയുകയാണ്, ഇവിടെ ഇരുന്ന് റെഫർ ചെയ്യരുത് മൊബൈലിനകത്ത്. സമ്മർ ഇൻ ബേദലഹേം, നരസിംഹം, കായംകുളം കൊച്ചുണ്ണി ഈ ഡയോസിസിലുള്ളതുകൊണ്ട് പറഞ്ഞതാണ്. അല്പം ക്രിസ്ത്യൻ ചൊവ്വയുള്ളതുകൊണ്ട് ക്രിസ്ത്യൻ ബ്രദേഴ്സ്. ഈ പറഞ്ഞ കഥകൾക്കകത്തെല്ലാം ചില ഗസ്റ്റ് റോളിൽ വരുന്ന മുൻനിര കഥാപാത്രങ്ങളുണ്ട്. അവരെ 2.5 മണിക്കൂർ നീണ്ടു നിന്ന് അഭിനയിക്കുകയല്ല ചെയ്യുന്നത്. 2 മിനിറ്റോ 5 മിനിറ്റോ 10 മിനിറ്റോ ചില നിർണായക റോളിൽ വന്നതിന് ശേഷം വളരെ പ്രതിസന്ധി നിറഞ്ഞ ചില അനുഭവങ്ങളുടെ മധ്യത്തിൽ കഥയെ ഗതി തിരിച്ചു വിടുന്നതായി കാണുന്നു. ഒരു പക്ഷെങ്കിൽ യോഹന്നാൻ സ്നാപകനെ ഏറ്റവും നല്ല ഒരു കഥാപാത്രമായിട്ട് നമ്മുടെ മുമ്പിൽ കാണുകയാണ് എങ്കിൽ, യഹൂദ മതത്തിൻ്റെ ആധ്യാത്മിക ഊഷരത നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇനി എങ്ങനെയാണ് ഈ വിശ്വാസത്തിൻ്റെ മുന്നോട്ടുള്ള ഗതി എന്ന് ആളുകൾ വളരെ അധികം അസഹിഷ്ണുതയോടെ കാത്തുനിന്ന ഒരു കാലഘട്ടത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വേഷഭൂഷാദികളോടും ശബ്ദ സൗന്ദര്യത്തോടും ഗാംഭീര്യത്തോടുമൊക്കെ യോഹന്നാൻ സ്നാപകൻ വന്ന് മരുഭൂമിയിൽ നിന്ന് ചില വാക്കുകൾ, ചില ശൈലികൾ, ചില ചെയ്തികൾ, അദ്ദേഹത്തിൻ്റെ ചുരുങ്ങിയ സമയത്തെ രംഗപ്രവേശം, പിന്നീട് വരുന്ന യേശു എന്ന രക്ഷകനെ ഒരിക്കലും ഈ ലോകമാകുന്ന തറവാട്ടിൽ നിന്ന്, ഈ ലോകമാകുന്ന സ്റ്റേജിൽ നിന്ന് ഒരു മനുഷ്യർക്കും മറക്കാനാവാത്ത
ഒരു നിത്യ കഥാപാത്രമായി യേശുക്രിസ്തുവിനെ രംഗത്ത് കൊണ്ടുവരുവാൻ ഈ ലോകം കണ്ടതിലെ ഏറ്റവും വലിയ ഒരു ഗസ്റ്റ് റോൾ അഭിനയിച്ച് പിന്മാറിയ ആളാണ് ഈ യോഹന്നാൻ സ്നാപകൻ. അതിൽ കൂടുതലൊന്നും അദ്ദേഹത്തെ പറ്റി പറയാനായിട്ട് ഇല്ല. യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് ഈ സന്ധ്യയിൽ നമ്മൾ ചിന്തിക്കുന്നത് 3 കാര്യങ്ങൾ മാത്രമാണ്. അത് 3 കാര്യങ്ങളും ഒരു വാക്കാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന കാര്യങ്ങൾ ആണ്. ആദ്യമേ 3 വാക്കും പോയിൻ്റ് പറയുകയാണ്. ചിലപ്പോൾ നമുക്കൊരു 8 മണിയൊക്കെ ആകുമ്പോൾ ഒരു ഉറക്കത്തിൻ്റെ സാധാരണ ക്ഷീണം വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നേരത്തെ പോയിൻ്റ് കുറിച്ച് വെച്ചാൽ നമുക്ക് ഉറങ്ങാനോ വിശ്രമിക്കാനോ ഒക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടി പറയുകയാണ്. യോഹന്നാൻ വഴി വെട്ടിയവൻ, യോഹന്നാൻ സ്നാപകൻ വഴി കാട്ടിയവൻ, യോഹന്നാൻ സ്നാപകൻ വഴി മാറിക്കൊടുത്തവൻ. ഇത്രയുമേ ഉള്ളൂ ഇന്നത്തെ സന്ദേശം. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വഴി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം, മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷകർ എഴുതുമ്പോൾ മരുഭൂമിയിൽ വഴി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. മരുഭൂമിയിൽ വഴി ഒരുക്കുക. എന്നാൽ യെശയ്യാ പ്രവാചകൻ്റെ ഒറിജിനൽ ടെക്സ്റ്റാണ് ഞാൻ ആദ്യം വായിച്ചത്. 40-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വായിച്ചപ്പോൾ മരുഭൂമിയിൽ പെരുവഴി ഒരുക്കുക എന്നാണ് പറയുന്നത്. ചെറിയ നടവഴികൾ, ചെറിയ നാട്ടുവഴികൾ, ചെറിയ പഞ്ചായത്ത് റോഡുകൾ അല്ല. യെശയ്യാവിൻ്റെ ദർശനത്തിൽ ഒരു വഴിയെ എത്ര വിശാലമായി, എത്ര വിസ്തീർണത്തിൽ തുറന്ന് കാണാൻ സാധിക്കുമോ, 6 ലൈനും 4 ലൈനും നിറഞ്ഞ ഹൈവേകൾ കണ്ട് കൊതിക്കുന്നതായ നമ്മളോട് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, മരുഭൂമിയിൽ പെരുവഴി ഒരുക്കുന്ന അത് നിങ്ങൾ കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത് എന്ന്. ആ വിളിച്ചു പറയുന്നവൻ്റെ ഡയറക്റ്റ് സ്പീച്ചാണ് നമ്മൾ ഈ സുവിശേഷത്തിൽ കേൾക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ്റെ അതിശ്രദ്ധേയമായിട്ടുള്ള പ്രഭാഷണം. അതുകൊണ്ട് വഴിവെട്ടുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിനൊന്ന് നടക്കാനുള്ള വഴി എന്നല്ല. ഏത് ലോകത്തെയും ഏത് കാലഘട്ടത്തിലെയും ഏത് അത്യാധുനിക മനുഷ്യർക്കും നടന്നു പോകത്തക്ക രീതിയിൽ അവരുപയോഗിക്കുന്ന ഏത് വാഹന വ്യൂഹവും ഏത് ജാഥയും കടന്നു പോകത്തക്ക രീതിയിൽ എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന വഴി, അതിൻ്റെ പേരാണ് ഹൈവേ. ഹൈവേ ഇൻ ഡെസർട്ട്. മരുഭൂമിയിൽ ഒരു ഹൈവേ വെട്ടിത്തുറന്ന ആളാണ് ഈ യോഹന്നാൻ സ്നാപകൻ. എന്താണ് അതിൻ്റെ പ്രത്യേകത? വഴി വെട്ടുന്നവൻ്റെ പ്രത്യേകത. വഴി വെട്ടുവാൻ തക്ക ധൈര്യം എങ്ങനെയാണ് അവന് ലഭിച്ചത്? ഒറ്റയ്ക്കൊരാൾക്ക് വഴിവെട്ടാനായിട്ട് സാധിക്കുമോ? മരുഭൂമിയിൽ വഴിവെട്ടുക എന്ന് പറഞ്ഞാൽ ആ വഴി വെട്ടുന്നതിന് വേണ്ടി അവനൊരു വഴക്കമുണ്ടാകണം. വഴി വെട്ടുന്നതിന് വേണ്ടി അവൻ്റെ ശരീരം ഒരുങ്ങണം. വഴി വെട്ടുന്നതിന് വേണ്ടി അവൻ്റെ മനസ്സ് ഒരുങ്ങണം. വഴി വെട്ടുന്നതിന് വേണ്ടി നാട്ടുകാരുടെ മനസ്സ് എൻക്രോച്ച് ചെയ്യുമ്പോഴൊക്കെ അവരുടെ എല്ലാം സഹകരണം ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് ഈ യോഹന്നാൻ സ്നാപകനെ മർക്കോസ് സുവിശേഷകൻ പറഞ്ഞിരിക്കുന്നത്, ഈ ദനഹാ ദിവസത്തിൽ വായിക്കുന്ന ഭാഗത്തിൽ പറയുന്നത്, മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യോഹന്നാൻ വന്നു മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചും പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചും കൊണ്ടിരുന്നു. മരുഭൂമിയിൽ സ്നാനം കഴിപ്പിക്കുക. താഴോട്ട് വരുമ്പോഴാണ് യോർദാൻ നദി എന്നൊക്കെയുള്ള കൃത്യമായ കാര്യങ്ങൾ പറയുന്നത്. മരുഭൂമിയിൽ മണലിനകത്ത് സ്നാനം കഴിപ്പിക്കുന്ന ആളായിട്ടാണ് കാണുന്നത്. ഈ ഒരു വലിയ ദൗത്യത്തിനു വേണ്ടി വഴിവെട്ടുകാരനായി തീരുവാൻ മനസ്സൊരുക്കുന്ന, അവനെ സ്വയം ഒരുക്കുന്ന, സ്വയം സമർപ്പിതനായി തീരുന്ന ആളിൻ്റെ സമർപ്പണത്തിൻ്റെ തട്ടകം, ഭൂമിക എന്ന് പറയുന്നത് മരുഭൂമി ആണ്. അതുകൊണ്ട് മരുഭൂമി ഒരു ഒരുക്ക ഭൂമിയാണ് ദൈവ മക്കൾക്ക്. മരുഭൂമി ദൈവമക്കളെ മെരുക്കിയെടുക്കുന്ന സ്ഥലമാണ്. ഞാൻ ഒറിജിനലി ഒരു കോന്നിക്കാരനായതുകൊണ്ട് എപ്പോഴും ആനയെപ്പറ്റി പറയും. ആനയെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ആനക്കൂട്, ആനയുടെ കോച്ചിങ് സെൻറ്റർ അടുത്തുള്ളത് ഞങ്ങളുടെ നാട്ടിലാണ്. അപ്പോൾ അവിടെ ആനയ്ക്ക് കോച്ചിങ് കൊടുക്കുക എന്നല്ല പറയുന്നത്, ആനയെ മെരുക്കി എടുക്കുക. മരുഭൂമിയിൽ മെരുക്കപ്പെട്ട,
മരുഭൂമിയിൽ ഒരുക്കപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ ഉടമയായി തീരുന്നു ഈ യോഹന്നാൻ സ്നാപകൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മരുഭൂമിയിൽ സ്നാനം കഴിപ്പിക്കാം, മരുഭൂമിയിൽ അദ്ദേഹത്തിന് ഹൈവേ വെട്ടാനായിട്ട് സാധിക്കും. മരുഭൂമിയിൽ ധാരാളം കഥാപാത്രങ്ങൾ സ്വയം ഒരുക്കപ്പെടുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. മോശ, ഇന്നലെ സന്ധ്യയ്ക്ക് മോശയെ പരാമർശിച്ച് കാണും. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഫറവോൻ്റെ സന്നദ്ധിയിൽ നിന്ന് മിദ്യാനിലേക്ക് ഓടിപ്പോകുന്ന മോശയെ നമ്മൾ കാണുന്നു. അതിനു മുമ്പ് അവനൊരു ബലപ്രയോഗമൊക്കെ നടത്തി അത്യാവശ്യം ഒരാളെ മണലിനകത്ത് പുതച്ച് വെച്ചതിന് ശേഷമൊക്കെയാണ് നിൽക്കാൻ വയ്യാതെ പോയതാണ്. എന്നാൽ അവൻ ഓടിപ്പോയത് മിദ്യാനിലേക്ക്, മരുഭൂമിയിലേക്ക്. ഹോരേബിൻ്റെ ചരിവോളം അവനെ കൊണ്ടുപോയി മരുഭൂമിയിൽ കത്തുന്ന മുൾപ്പടർപ്പിന് മധ്യത്തിൽ സമീപത്ത് വെച്ച് അവനെ യഥാർത്ഥ മോശയായി, ജനതകളുടെ നേതാവായി ദൈവം അഗ്നിശുദ്ധി ചെയ്ത് രൂപാന്തരപ്പെടുത്തി മനസ്സും ശരീരവും ഒരുക്കിയെടുക്കുന്ന, ഭയന്ന് പേടിച്ചോടുന്നവനെ ധൈര്യശാലിയാക്കിയെടുക്കുന്നത് മരുഭൂമിയിലെ അഗ്നി സാക്ഷിയാക്കി നിർത്തി ആണ്. അവിടെ തീരുന്നില്ല. ദാവീദിനെക്കുറിച്ച് നമ്മൾ കാണുന്നു. 1 ശമൂവേൽ 23-ാം അധ്യായം 14-ാമത്തെ വാക്യം. ദാവീദ് മരുഭൂമിയിലെ ദുർഗങ്ങളിൽ താമസിച്ചു, സീഫ് മരുഭൂമിയിലെ മലനാട്ടിൽ പാർത്തു. അവൻ യുദ്ധം ചെയ്തൊക്കെ വന്നു. അവനോട് അസൂയ തോന്നിയ രംഗങ്ങളൊക്കെ ഉണ്ട്. അവൻ ഒളിച്ചു പാർക്കുന്നു. മരുഭൂമിയിലെ വാസത്തിലൂടെ പക്വതയാർന്നു വീണ്ടും ഇസ്രയേലിൻ്റെ സുവർണ കാലഘട്ടത്തിലെ രാജാവായി അവൻ ഉയർന്നു വരുന്നതിൻ്റെ പിന്നിൽ മരുഭൂമിയിലെ അവൻ്റെ പാർപ്പ്, ഒളിതാമസങ്ങൾ അവനെ ബലപ്പെടുത്തുന്നതായി കാണുന്നു. ഏലിയാവിനെ നമ്മൾ നോക്കുക. 1 രാജാക്കന്മാർ 19-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടി തണലിൽ ഇരുന്നു. നമ്മൾ ഈ യോഹന്നാൻ സ്നാപകനെ പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യം ചേർത്ത് വായിക്കുന്നത്, ആദ്യം സംശയിച്ചു പോകുന്ന, ഇവൻ ഏലിയാവാണോ ക്രിസ്തുവാണോ എന്ന് ചോദിക്കുന്നു. അതിനുശേഷം ഏലിയാവാണോ പിന്നീട് പ്രവാചകനാണോ എന്ന് ചോദിക്കുന്നു. പഴയ നിയമം കണ്ടിട്ടുള്ളതിലെ അതിശക്തനും ധീരനുമായ ഏലിയാവിനെക്കാട്ടിൽ ഇരട്ടി ശക്തിയോടുകൂടെ ഈ പുതുയുഗത്തിൽ പ്രവർത്തിക്കുന്ന യോഹന്നാൻ സ്നാപകനെ ഏലിയാവുമായിട്ടാണ് ചേർത്ത് വായിക്കുന്നത്. അതിശക്തനായ ഈ ഏലിയാവ് മരുഭൂമിയിലെ ചൂരച്ചെടി തണലിൽ അവൻ വിശ്രമിക്കുന്നതായി കാണുന്നു. ഞാൻ ഈ 2-3 വാക്കുകളൊക്കെ പറഞ്ഞത്, ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ മരുഭൂമി, ജോലി, ഗൾഫ് രാജ്യങ്ങൾ പോലെയുള്ളത് ഇഷ്ടമാണെങ്കിലും ഒരു മഴ പെയ്ത് പിറ്റേ ദിവസം ചൂട് വന്നാൽ ഉഷ്ണിച്ച് മുഖം ചുളുങ്ങി വികൃതമായിക്കൊണ്ടിരിക്കുന്ന ചൂടിനെ പേടിക്കുന്ന മലയാളികൾ മരുഭൂമിയിലെ സുഖവാസം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എണ്ണ കൊള്ളാം, അവിടുത്തെ കേടി കൊള്ളാം, ദറംസ് കൊള്ളാം, ഇതെല്ലാം കൊള്ളാം. പക്ഷേ മരുഭൂമിയിലെ ചൂടും വറുതിക്കാറ്റും മണൽക്കാറ്റും ആളുകൾക്ക് ഇഷ്ടമല്ല. അതിഷ്ടപ്പെടുന്ന ആളുകൾ കുറവാണ്. ആളുകൾ പൊതുവേ മണൽക്കാട്ടുകളിൽ നിന്ന് തണുപ്പ് രാജ്യങ്ങളിലേക്ക്, ഹിമാലയ സാനുക്കളിലേക്കല്ല അന്റാർട്ടിക്കയിൽ പോകാനും തയ്യാറാണ്. കാരണം ചൂട് സഹിക്കണ്ടല്ലോ, 5-6 കൂട്ടം സ്വെറ്റർ ഇട്ടാലും ചൂടിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ള അതിയായ മോഹത്തോടു കൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് മരുഭൂമി യോഹന്നാൻ സ്നാപകനെ സംബന്ധിച്ച് അവനെ ഈ വഴിവെട്ടുകാരനായി രൂപപ്പെടുത്തിയ സമർപ്പണത്തിൻ്റെ ഭൂമികയായിട്ട് തീരുന്നു. മരുഭൂമി തീരുന്നില്ല. മരുഭൂമി വിപരീത അനുഭവങ്ങളുടെ ഒരു സംഗമസ്ഥാനമാണ്. കനാൻ ദേശത്തേക്കുള്ള വഴി ദൈവം ഇസ്രായേൽ മക്കൾക്ക് വെട്ടിക്കൊടുത്തത് മലയോര ഹൈവേ കൂടല്ല. കനാൻ നാട്ടിലേക്ക് ഇസ്രായേൽ ജനത്തിന്, സ്വന്തം ജനത്തിന് ദൈവം വഴി വെട്ടിക്കൊടുത്തത് മരുഭൂമിയിലൂടെയാണ്. പിഹഹിരോത്ത് ചെങ്കടലിൻ്റെ തീരത്ത് ഇസ്രായേൽ ജനം വന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ തൊട്ടുപുറകിൽ പറയുന്നുണ്ട്, ദൈവം തൻ്റെ ജനത്തെ മരുഭൂമിയിലൂടെ ചുറ്റി നടത്തുമാറാക്കി, അല്ലെങ്കിൽ നടത്തി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പെട്ടെന്ന് മരുഭൂമി വിട്ടു പോകരുത്. മാക്സിമം മരുഭൂമിക്കകത്ത് കറങ്ങാനായിട്ട് അവരെ വിടുകയാണ്. പാർക്കിനകത്തൂടല്ല കറക്കുന്നത്, മരുഭൂമിക്കകത്തൂടെ. കാരണം ഇനിയും പ്രവേശിക്കാൻ പോകുന്ന കനാനിൽ മരുഭൂമിയില്ല. അവിടെ പാലും തേനും ഒഴുകി തെന്നി വീഴാൻ സാധ്യതയുള്ള, സുഖശീതളിമയുള്ള ഒരു സുന്ദരമായ സ്വർഗ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിന്റെ സ്വർഗനാട്ടിൽ കാലുകുത്തണമെങ്കിൽ നീ മണലാരണ്യത്തിലൂടെ ചുട്ടുപൊള്ളുന്ന വഴിയിലൂടെ മാത്രമേ ദൈവം കടത്തുകയുള്ളൂ.
അതുകൊണ്ട് വൈപരീത്യങ്ങളുടെ സംഗമഭൂമിയായി ഈ മരുഭൂമിയെ കാണുകയാണ്. അവിടെ വെച്ച് ദൈവം നിന്നെ വിശപ്പിക്കും. ഒരു ഹോട്ടലിൽ ഫോൺ വിളിച്ചു പറഞ്ഞാൽ സൊമാറ്റോക്കാരൻ ഭക്ഷണം കൊണ്ടുവരാനായിട്ടില്ല. ഒരു പച്ചവെള്ളക്കാരൻ H2O എന്ന് ഫോൺ വിളിച്ചാൽ വെള്ളം കൊണ്ടുതരാനായിട്ടില്ല. അവിടെ മരുഭൂമിയിൽ ദൈവജനത്തിന് ഒരിക്കൽ പോലും ഒരു ഹോട്ടലിൽ ഒരു വീട്ടിലും കണ്ടിട്ടില്ലാത്ത മെനു ദൈവം തമ്പുരാൻ ഒരുക്കി. കാടപ്പക്ഷിയും മന്നായും. ഒരിക്കലും കിട്ടാത്ത കിണറിൽ അവൻ കരിമ്പാറയിൽ നിന്ന് കണ്ണുനീര് പോലുള്ള വെള്ളം ഒഴുക്കി കൊടുത്തു. കണ്ടിട്ടില്ലാത്ത വഴികൾ, കുടിച്ചിട്ടില്ലാത്ത വെള്ളം, കഴിച്ചിട്ടില്ലാത്ത ഭക്ഷണം മരുഭൂമിയിൽ ദൈവം തമ്പുരാൻ ഒരുക്കി നമ്മെ കാത്തു സൂക്ഷിക്കുന്നു. ചൂടടിച്ചു. ഇപ്പോഴൊക്കെ താമസിയാതെ എനിക്ക് തോന്നുന്നു ദൈവകൃപയാൽ ഇവിടുത്തെ ഈ ഹോള് ഈ പന്തൽ ഈ നെറ്റ് അടിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് കാറ്റ് വന്ന് കയറും. അതാണ് ഞാൻ പറഞ്ഞ 8 മണിക്കൂർ ഉറക്കത്തിന് സാധ്യതയുണ്ടെന്ന് പ്രവചിച്ചത്. ഇല്ല എങ്കിൽ ഇപ്പോൾ ചുറ്റോട് ചുറ്റും നമുക്ക് AC നമുക്ക് വെച്ച് ടവർ AC വെച്ച് നമ്മളെ തണുപ്പിച്ചു കൊണ്ടിരുന്നില്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന അടൂരിലെ 2024 കൺവെൻഷൻ ഗീതം ഓരോ പേജായിട്ട് കീറി പോയേനെ. കാരണം വീശി ഒരു വാക്ക് കേൾക്കുമ്പോൾ 4 വീശിയെങ്കിലേ ഈ വചനം അകത്തോട്ട് കയറാനായിട്ട് സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്, അത്യുഗ്രമായ ചൂടിനെ, ചുട്ടുപൊള്ളുന്ന ചൂടിനെ അതിജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ദൈവകൽപ്പനയാണ് ചുറ്റി സഞ്ചരിക്കുക, മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുക. ദൈവം അവന് ഈ ലോകം ഇതുവരെ കൊടുത്തിട്ടില്ലാത്ത ഷാമിയാന ഈ മേഘത്തിൻ്റെ മേൽത്തട്ടി കെട്ടി കീഴിക്കൂടെ നടന്നു എന്ന് പറഞ്ഞു. മാത്രമല്ല രാത്രിയിലും പോകണമല്ലോ. LED ഒന്നും ഇല്ലാത്ത സമയമാണ്. ഈ ഹൈവേയിലും റോഡ് സൈഡിലും കാണുന്ന ഹൈമാക്സ് ലൈറ്റുകളൊന്നും ഇല്ല. ദൈവം അഗ്നിത്തൂണ് ഇതുവരെ കണ്ടില്ലാത്ത വെട്ടം നൽകി. ഞാൻ പറയാൻ ശ്രമിച്ചത്, മരുഭൂമി ഒട്ടും പ്രതീക്ഷിക്കാത്ത പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും ചൂടിൻ്റെയും പൈതാഹത്തിൻ്റെയും എല്ലാത്തിൻ്റെയും അങ്ങേയറ്റമായി എക്സ്ട്രീമായിട്ട് നിൽക്കുന്നിടത്ത് ദൈവം അവിടെ വിപരീത അനുഭവങ്ങൾ, പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങളിലൂടെ വളർത്തി. അവിടെയാണ് രൂപപ്പെട്ടത് യോഹന്നാൻ സ്നാപകൻ. ഇന്ന് സമർപ്പണ വഴികളിലേക്ക്, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിലേക്ക്, യേശു പോയ വഴിയിലേക്ക് വഴിവെട്ടുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എങ്കിൽ സുഖശീതളിമയിലൂടെ മാത്രം യാത്ര ചെയ്തു പോകുവാൻ സാധ്യമല്ല. ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. മരുഭൂമി തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥലമാണ്. ഞാൻ മുമ്പേ യോഹന്നാൻ സ്നാപകനെ പറ്റി പറഞ്ഞു. അവൻ്റെ പൗരോഹിത്യ പാരമ്പര്യം പറഞ്ഞാൽ ടോപ്പാണ്. എല്ലാം ശരി, 100%. അവൻ്റെ പ്രവാചക അവൻ്റെ സ്ഥാനം നോക്കിയാലും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത പ്രവാചകൻ ആണ്. പുരോഹിതന്മാരുടെ പ്രത്യേകത അനുസരിച്ച് അച്ഛന്മാരെ പറ്റി പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുമല്ലോ. അച്ഛന്മാർ വളരെ നിർബന്ധക്കാരാണ്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. അത് പറയുന്നത് ഇപ്പോൾ വലിയ പ്രയാസമാണ്. സാധാരണ ഞങ്ങളിപ്പോൾ കല്യാണത്തിന് പ്രാർത്ഥിക്കാനൊക്കെ വീട്ടിൽ ഇറക്കാൻ പോകുന്ന സമയത്ത് മുന്നമേ ഒരു അനൗൺസ്മെൻറ്റ് പറയും, ഇപ്പോൾ കൗമ ചൊല്ലുകയാണ്, ഫോട്ടോ ഒക്കെ എടുക്കും, അതുകൊണ്ട് ദയവ് ചെയ്ത് പ്രതിവാക്യം പറഞ്ഞ് സഹായിക്കണം, അല്ലെങ്കിൽ നമുക്ക് ശ്വാസം മുട്ടിപ്പോകും. നമ്മൾ തന്നെ പിതാവിനും പുത്രനും ആമീനും പറയും. അപ്പോൾ പുരോഹിതന്മാർക്ക് വലിയ നിർബന്ധമാണ് പ്രതിവാക്യം പറയണം. ആ പ്രതിവാക്യത്തിൻ്റെ രത്നച്ചുരുക്കമാണ് ആമീൻ. അപ്പോൾ അത് നമ്മൾ ഈ എല്ലാ വാക്യവും ഉപയോഗിച്ച് ക്ഷീണിച്ച് പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഈ കൺവെൻഷൻ പന്തലിൽ എന്ത് കേട്ടാലും ആമീൻ, ഗ്ലോറി, സ്തോത്രം ഒറ്റ വാക്കിനകത്ത്. കാര്യം ഇനി ഒരുപാട് കാര്യം പറയണ്ടല്ലോ. അത് വളരെ ശരിയാണ്. ആമീൻ. പുരോഹിതന്മാരുടെ കുടുംബത്തിൽ പിറന്ന, പുതിയ പുരോഹിതനായിട്ട് തീരാൻ സാധ്യതയുണ്ടായിരുന്ന, ഒരുപക്ഷെ സക്കറിയാവെന്ന് തന്നെയുള്ള സക്കറിയ എന്ന പേര് ലഭിക്കേണ്ട ഈ യോഹന്നാൻ പുതിയ പേര് കിട്ടി. എല്ലാ കാര്യങ്ങൾക്കും ആമീൻ, ഉവ്, സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നയാൾ ആമീൻ മാത്രമല്ല, അരുത്, ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ മരുഭൂമി ഒരു തെരഞ്ഞെടുപ്പാണ്. ആമീനുകളുടെ മധ്യത്തിൽ ആമീൻ മാത്രമല്ല, ഇങ്ങനെ അല്ല, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ഉപദ്രവിക്കരുത്, ഇത്രയും പിടിച്ചു പറിക്കരുത്, അന്യായമായത് പങ്കിടരുത്, ഇതെല്ലാം കാര്യങ്ങൾ ഈ യോഹന്നാൻ്റെ വാക്കുകളിലൂടെ വരികയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരുഭൂമിയിൽ രൂപപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 6 പാക്ക് മസിലുണ്ടായതും ഒന്നും അല്ല. ഒരിടത്ത് ഞാൻ വായിച്ചപ്പോൾ ഇപ്പോൾ ഈ ആധുനിക ലോകത്തെ കണ്ട് പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. തിരുവേനി പറഞ്ഞപ്പോൾ ഒരു കൊച്ചു കുഞ്ഞുണ്ട്, എല്ലാവർക്കും വേണ്ടി അവനെ അങ്ങ് സിംബോളിക്കായിട്ട് എടുക്കുക. ഇപ്പോൾ അടൂരെ ഡയസിസിൽ വീടുകളിൽ വിശ്രമിക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി
അപ്പോൾ ഇന്നത്തെ ഒരു സ്റ്റൈലിൽ പറഞ്ഞില്ലെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ. ഇത്രയെല്ലാം കൂടെ അച്ഛൻ എന്തിനാ പറയുന്നത്? അവരുടെ ഞാൻ വായിച്ചപ്പോൾ പറഞ്ഞു, ഫ്രീക്കനായ യോഹന്നാൻ സ്നാപകൻ. അത് പറഞ്ഞാൽ പിന്നീട് ഈ പറഞ്ഞ അലക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. അവൻ്റെ വേഷഭൂഷാദികളും സംസാരങ്ങളും അവൻ്റെ കീറിയ മരവുരിയും കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്പർ 1 ഫ്രീക്കൻ ഞാൻ യോഹന്നാൻ സ്നാപകനെ പോലാണ് നടക്കുന്നതെന്ന് ഇന്ന് ആദ്യത്തെ ആധുനിക തലമുറയ്ക്ക് പറയാൻ സാധിക്കും. എന്നാൽ ആ വഴിവെട്ടുകാരനെ രൂപപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഗായക സംഘവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവൻ്റെ സ്വരം, അവൻ്റെ ശബ്ദം, അത് വേറിട്ട ശബ്ദം ആയിരുന്നു. മൃദുസ്വരമായിരുന്നു. മരുഭൂമിയിൽ പോയി അതങ്ങ് പരുപരുത്തു, അങ്ങ് സ്ട്രോങ് ആയിട്ട് തീർന്നു. അവൻ്റെ സ്കെയില് മാറി. ഏത് മൈനസാണെന്ന് എനിക്കറിയത്തില്ല. അവൻ്റെ സ്കെയില് മാറി. മാനസാന്തരത്തെക്കുറിച്ച്, രൂപാന്തരത്തെക്കുറിച്ച് അതിശക്തമായ രീതിയിൽ പരുവപ്പെടുത്തിയെടുത്തിയ മരുഭൂമിയിലെ ശബ്ദമാണ് അവൻ്റെ ശബ്ദം. ഒരിടത്ത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്, ഈ പഴയ കാര്യം കൂടെ ഇടയ്ക്ക് പറയാം. പണ്ട് റേഡിയോ നമുക്കൊരു ദൈവദാനം പോലെ, ഒരു ദിവ്യ സമ്പത്ത് പോലെ നമ്മൾ സൂക്ഷിച്ച ഒന്നാണ്. ഇപ്പോൾ അതെവിടെ ഇരിക്കുന്നത് നമുക്ക് അറിയത്തില്ല. എല്ലാം നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് റേഡിയോയ്ക്ക് വേണ്ടി പ്രത്യേക സ്റ്റാൻഡോ ഒന്നും വേണ്ട. ഉച്ച കഴിഞ്ഞ് ചലച്ചിത്രഗാനവും കഴിഞ്ഞ് ഇംഗ്ലീഷിൻ്റെ ന്യൂസും കഴിയുമ്പോൾ മാസത്തിലൊരിക്കലോ ആഴ്ചയിലൊരിക്കലോ ഒരു ശബ്ദരേഖ, അത് ബാറ്ററിയും വോളിയവും ഉള്ള ഒരെണ്ണം ഗ്രാമത്തിൽ വെച്ചാൽ ആ നാട്ടിൽ പോകുന്നവരെല്ലാം പറയും, ഇന്ന ചലച്ചിത്രത്തിൻ്റെ ശബ്ദരേഖയാണ് കേൾക്കുന്നത്. തിയേറ്ററിൽ പോകാൻ നിവൃത്തിയില്ലാത്തവന്, ഈ സ്ക്രീൻ കണ്ട പാപമാണെന്ന് വിചാരിക്കുന്നവന് വീട്ടിൽ തലയണയുടെ അടുക്കൽ ഈ റേഡിയോ വെച്ചാൽ ശബ്ദരേഖ കേൾക്കാം. ഈ ശബ്ദരേഖ രൂപപ്പെടുത്തിയ ആളാണ്. മാനസാന്തരം, രൂപാന്തരം, അതിൻ്റെ അത്യാധുനിക സ്റ്റേജുകളും സ്റ്റേജ് ഷോകളും ഒക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകൻ്റെ പ്രസംഗവും പ്രഭാഷണവും ശബ്ദരേഖ മാത്രമേ ഉള്ളൂ. ഒരു അഭിനയവുമില്ല, ഗായക സംഘവുമില്ല, ഈ ഓൺലൈനുമില്ല, ഒന്നുമില്ല. അവൻ്റെ ശബ്ദം അതിന് രീതിയിൽ ട്യൂൺ ചെയ്ത് ദൈവം തമ്പുരാൻ കൊടുക്കുകയാണ് ചെയ്തത്. അവൻ്റെ വലിയ മിഷനാണ് ഇവിടെ നമ്മൾ വായിച്ച് കേട്ടത്. മരുഭൂമിയിൽ, ഞാൻ യെശയ്യാവിൻ്റെ ആ വാക്യം തന്നെ വായിക്കുകയാണ്. മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവീൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവീൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം. വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. പെരുവഴി, ഹൈവേ തീർക്കുന്ന ആളായി കാണും. നമ്മുടെ അനുഭവങ്ങളിലേക്ക് നമുക്ക് വരാം. കാർഷിക പശ്ചാത്തലം നമ്മുടെ നാടിന് മറക്കാനായിട്ട് ഒരിക്കലും സാധ്യം അല്ലല്ലോ. നിലമൊരുക്കുന്ന കർഷകർ പണ്ട് കണ്ടിട്ടുള്ള കാഴ്ചയാണ് ഞാൻ ഈ പറയുന്നത്. ഞാനങ്ങനെ അഗ്രികൾച്ചർ കോളേജിലൊന്നും പോയി പഠിച്ചിട്ടുള്ളതല്ല. എൻ്റെ ഫാദർ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നുകൊണ്ട് എനിക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമായിരുന്നു. ഒരു കൃഷിക്കാരൻ ആയിരുന്നതുകൊണ്ട്. അപ്പോൾ ഈ കൃഷിയിൽ വേനൽക്കാലം കഴിഞ്ഞ് പുതുമഴ വരുമ്പോഴേക്കും ഞാറ്റുവേല നോക്കി കൃഷി ഇറക്കും. നിലം കിളച്ച് ഒരുക്കി വാരിച്ചുടുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ഇതെല്ലാം ഗൂഗിളിൽ അടിച്ച് നോക്കണം, നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആളുകൾ. അപ്പോൾ തൂത്തുവാരി കൂട്ടി വാരി ചുട്ട് തടമെടുത്ത് ആ തടത്തിനകത്ത് കരിയിലയിട്ട് ചുടും. അതിനുശേഷം മൂടും. മഴ പെയ്യുമ്പോൾ ഞാറ്റുവേല നോക്കി വിത്തിടും. അങ്ങനെ വെന്ത തടത്തിൽ വിത്തിട്ടാൽ 100 മേനി വിളവ് നമുക്ക് ലഭിക്കും. അപ്പം നമുക്ക് അത്രയും കഷ്ടപ്പെടേണ്ട. തനി നാടൻ എന്നുള്ള ബോർഡ് കാണുന്നിടത്ത് കയറുക, വയനാട്ടിലെ സാധനം വാങ്ങിച്ച് കഴിക്കുക. അപ്പോൾ അവരോട് ചോദിച്ചാൽ പറയും, അടൂർ പോലെ തന്നെയാണ് വയനാടും, വലിയ വ്യത്യാസമില്ല, തനി നാടനാണ് ഉപയോഗിച്ചോളാൻ പറയും. വെന്ത തടത്തിൽ വിത്തിട്ടാൽ അത് 100 മേനി ആണ്. ജീവിതത്തിൻ്റെ ചുട്ട പൊള്ളിക്കുന്ന അനുഭവങ്ങളിൽ വളർന്നു വരുന്ന വിശ്വാസികൾ ഏത് പ്രതിസന്ധികളിലും തളരാതെ നിൽക്കും. വഴിവെട്ടിയ ആളുകൾ യോഹന്നാനെ പറ്റി പറഞ്ഞു നിർത്തുകയല്ല. മലങ്കര മാർത്തോമ സുറിയാനി സഭ
കാതോലികവും അപ്പോസ്തോലികവുമായ യൂണിവേഴ്സൽ ചർച്ചാണ്. ഇന്ന് എനിക്ക് വലിയ സന്തോഷം, ഞാൻ ആരംഭത്തിൽ പറയാനിരുന്നതാണ്, അന്നേരം കിട്ടിയില്ല. അഭിവന്ദനായ സറാഫീൻ തിരുമേനി ഈ അടൂർ ഭദ്രാസനത്തിൽ ആദ്യമായി ചുമതലയേൽക്കുന്ന ഈ ദിവസങ്ങളിൽ അതിൻ്റെ തുടക്കം ഇതുപോലെയുള്ള ഒരു സുവിശേഷ യോഗത്തോടുകൂടെ ആരംഭിക്കുന്നത് എന്തുകൊണ്ടും യോജ്യമായിട്ടുള്ള ഒന്നാണ്. മാർത്തോമാ സഭയുടെ സമ്പത്ത് എന്ന് പറയുന്നത് ഇത് മാത്രമാണ്, ഓപ്പൺ ബൈബിൾ സുവിശേഷം. അതുകൊണ്ട് സുവിശേഷത്തിന് വേണ്ടി വഴിവെട്ടാനിറങ്ങിയ പൂർവികർ മാർത്തോമാ സഭയിലുണ്ട്. പന്തലുകളിൽ, കപ്പക്കാലകളിൽ ദൈവവചനത്തിന് ചെവിയോർത്ത ആ കാലഘട്ടത്തിലെ ഡിഗ്രി പാസ്സായ നല്ല ഒന്നാന്തരം ചെറുപ്പക്കാർ സുവിശേഷത്തിന് വേണ്ടിയുള്ള വെല്ലുവിളികൾ കേട്ടപ്പോൾ ഉടനെ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് നോർത്ത് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്ത ആളുകളാണ്. 1942 KT തോമസ് അച്ഛനും ജോൺ വർഗീസും MB മാത്യു സിഹോറ എന്ന ചുട്ടുപൊള്ളുന്ന മധ്യപ്രദേശിലെ ഇന്ത്യയുടെ ഹൃദയഭാഗത്തേക്ക് പോയത് രാത്രിയിൽ കിനാവ് കണ്ടു പോയതല്ല. സുവിശേഷത്തിൻ്റെ മൃദുസ്വരം അവരുടെ കാതുകളിൽ മുഴങ്ങിയപ്പോൾ ഈ സുവിശേഷത്തിന് വേണ്ടി മധ്യപ്രദേശിൽ, ഈ ഭാരതത്തിൻ്റെ നടുമണ്ണിൽ ദൈവത്തിന് വേണ്ടി പെരുവഴിയൊഴുക്കുവാൻ ത്യാഗപൂർവം പോയതാണ് പ്രിയമുള്ളവരെ. എത്രയോ വർഷങ്ങൾക്ക്, 80 വർഷങ്ങൾക്ക് മുമ്പ് മധ്യപ്രദേശിലേക്ക്. ഇന്ന് അഭിമാനത്തോടെ സറാഫീൻ തിരുമേനി നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഓർക്കുക, ഇത് മാനത്തുനിന്ന് പൊട്ടി വീണതല്ല. നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ മറ്റെല്ലാത്തിനേക്കാളും ഉപരിയായി മക്കൾ സമ്പത്തിനേക്കാൾ, നമ്മുടെ അല്ലാതെയുള്ള റിയൽ എസ്റ്റേറ്റിനേക്കാളൊക്കെ അപ്പുറമായി ദൈവത്തിൻ്റെ വചനം തുറന്ന് കേട്ട് ഇതിനു വേണ്ടി എൻ്റെ കഴിവുള്ള, വിദ്യാഭ്യാസമുള്ള, താലന്തുകളുള്ള, ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകളെ ദൈവം വിളിച്ച് ചുമതലയിലേക്ക് പ്രവേശിച്ചു. അതുകൊണ്ട് ആ ത്രിമൂർത്തികൾ സിഹോറായിൽ നമുക്ക് വേണ്ടി ഒരു പുതിയ ഹൈവേ വഴിവെട്ടി തുറന്നവരാണ്, മറന്നു പോകരുത്. ഈ ഭദ്രാസനം മറക്കാത്തയാളാണല്ലോ ഭാഗ്യസ്മരണീയനായ AK ജോർജ് അച്ഛൻ. ടിബറ്റൻ ബോർഡറിലെ വളഞ്ഞ കുന്നും മലകൾക്കിടയിൽ സുവിശേഷത്തിൻ്റെ ദൂതുമായിട്ട് വഴിവെട്ടിത്തെളിച്ച ആളുകളാണ്. തീരുന്നില്ല. നേപ്പാളിൽ CK അത്യാലി അച്ഛൻ, ജോർജ് സാറ് കുഴിക്കാലക്കാരൻ, ഈ മലകൾ മടക്കുകളിലൂടെ പോയത് തലക്കോളം വന്നിട്ട് പോയതല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ഇതുവരെയും കടന്നു ചെന്നിട്ടില്ലാത്ത ദുർഘടമായ വഴികളിൽ, മല ഇടുക്കുകളിൽ യേശുവിന് വേണ്ടി വഴിവെട്ടാനായിട്ട് പോകണം. അതിനുവേണ്ടി പോയിട്ടുള്ളവരാണ്. ഡോക്ടർ OU ജോർജ്, അഞ്ചേരി ക്രിസ്തോസ് ഇടവക അംഗം, ചാകലമാരി റായൽസീമ മേഖലയിലെ ആന്ധ്രാപ്രദേശിലെ ഒട്ടുമിക്ക മിഷൻ ഫീൽഡുകൾക്കും തുടക്കം കുറിക്കുവാൻ ഒരു MBBSകാരൻ തൻ്റെ സുവിശേഷ ദർശനത്തോടുകൂടെ മുൻപോട്ട് പോയതാണ്. കബൺ പാർക്ക്, ബാംഗ്ലൂർ സിറ്റി ഇടവകയിലെ, പിംറോസ് ഇടവകയിലെ ഒരു പ്രയർ ഗ്രൂപ്പിലെ പ്രാർത്ഥിക്കുവാൻ, ബൈബിൾ പഠിക്കുവാൻ പോയ ആളുകൾ ഒന്നിച്ചു കൂടിയിരുന്ന്, അലക്സാണ്ടർ തിരുമേനിയൊക്കെ അച്ഛനായിരിക്കുമ്പോൾ ഒന്നിച്ചു കൂടിയിരുന്ന് പ്രാർത്ഥിച്ച് കിട്ടിയ ഇൻസ്പിറേഷനാണ് ഹോസ്കോട്ടയിലെ ഹൈവേ. ഇപ്പം അതിലെവിടാണ് എയർപോർട്ടിൽ പോകുന്നത്, ആ ഹൈവേ അല്ല പറയുന്നത്. സുവിശേഷത്തിൻ്റെ വലിയ വിശാലമായ വഴികൾ തുറക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ക്ഷമിക്കണം. സുവിശേഷത്തിൻ്റെ ഈ വഴിവെട്ടുവാൻ യോഹന്നാൻ സ്നാപകനെ ധ്യാനിക്കുന്ന ഈ ധനഹ ദിവസത്തിൽ ഈ സുവിശേഷം കേട്ടതിന് ശേഷം വീടിൻ്റെ പടിക്കലുള്ള വഴിയിലോട്ട് മതിലിറക്കി കെട്ടി, വീടും ആളുകൾക്ക് നടക്കാൻ വയ്യാത്ത രീതിയിൽ വഴി കെട്ടി അടയ്ക്കുന്നതും ഞെരുക്കുന്നതുമല്ല സുവിശേഷം എന്ന് പറയുന്നത്. ഇടുങ്ങിയ വാതിലുകളെ വിശാല വാതിലുകളാക്കി തീർക്കുവാനായി കഴിയണം. ഞാൻ ഉദാഹരണങ്ങൾ അധികം പറയുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വളരെയധികം പ്രയാസമാണ്. വഴിവെട്ടുന്നവരെ ആവശ്യമാണ്. യോഹന്നാൻ സ്നാപകൻ വഴിവെട്ടി തുടങ്ങി. നിങ്ങൾ പേടിക്കേണ്ട, ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞു, ഇനി എത്രയും പറയത്താ, ഇനിയുള്ള പോയിൻ്റെല്ലാം ശോഷിച്ച് വരും. വഴിവെട്ടിയിട്ട് വേണമല്ലോ ബാക്കി കാര്യങ്ങൾ, അതുകൊണ്ടാണ് സമയം എടുക്കുന്നത്.
ഈ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് പത്രത്തിൽ വന്ന നമുക്ക് ഏറ്റവും പ്രയാസമുണ്ടാക്കിയ ഒരു സംഭവമാണ് ഉത്തരാഖണ്ഡിലെ സിൽക്കാര തുരങ്കം ഗുഹയിൽ 41 തൊഴിലാളികൾ മണ്ണിടിച്ചിൽ ഫലമായിട്ട് തുരങ്കത്തിനകത്ത് പെട്ടുപോയി. മാർത്തോമാ സഭയിലെ പള്ളികളിലും മധ്യസ്ഥ പ്രാർത്ഥനയിൽ ലോകകാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ തീർച്ചയായിട്ടും ഇത് പറഞ്ഞ് പ്രാർത്ഥിച്ചു കാണും. അമേരിക്കൻ നിർമ്മിത ഓഗർ മെഷീൻ കൊണ്ടുവന്നു. പക്ഷേ ഓഗർ മെഷീനും പണിമുടക്കി. ഒടുവിൽ യുപിയിലെ ഝാൻസിയിൽ നിന്നും 6 കൽക്കരി ഖനി തൊഴിലാളികൾ വന്നു. അവർ വന്നു. ഇനിയും 15 മീറ്ററോട് മുന്നോട്ട് പോയാൽ ഈ തൊഴിലാളികളുടെ അടുക്കൽ ചെല്ലാം. യന്ത്ര സംവിധാനത്തിലൂടെ മണ്ണ് മാറ്റുവാൻ കഴിയാതെ എല്ലാവരും പരാജയപ്പെട്ടപ്പോൾ UP ഝാൻസിയിൽ നിന്ന് വന്ന 6 ഖനിത്തൊഴിലാളികൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അവർ മാനുവലായിട്ട് മണ്ണ് തുരന്ന് അവർ ഈ തൊഴിലാളികളുടെ അടുക്കൽ ചെന്ന് കെട്ടിപ്പിടിച്ചു. അവരെ രക്ഷിച്ചു. കഥ അവിടെ അല്ല. ഇവരാരായിരുന്നു ഈ 6 കൽക്കരി ഖനി തൊഴിലാളികൾ? അവരന്വേഷിച്ചപ്പോൾ അറിഞ്ഞു, ഇവർ മേഘാലയയിൽ ഖനികളിൽ ജോലി ചെയ്തിരുന്ന ആളുകളാണ്. ഇപ്പോൾ ജോലി ചെയ്യുന്നില്ല. 2014 അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ബാൻ ചെയ്തു. അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഒരു മനുഷ്യന് മാത്രം കഷ്ടിച്ച് ഇറങ്ങിപ്പോകാവുന്ന തുരങ്കം സൃഷ്ടിച്ച് ആഴങ്ങളിലേക്ക് പോയി കൽക്കരി ശേഖരിച്ച് കയറി വരിക. അവിടെ പറഞ്ഞിരിക്കുന്നത് 2014 അത് ബാൻ ചെയ്യാൻ കാരണം ആ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 10,000 പേരാണ് ഈ പറഞ്ഞ അവരുടെ ഈ ചെറിയ തുരങ്കങ്ങളിൽ റിസ്ക്കുള്ള ഈ ഖനി തൊഴിലാളികൾ ജോലി ചെയ്ത് അപകടമരണം ഉണ്ടായത്. അവരെ വിളിക്കുന്ന പേര് പറയട്ടെ, റാറ്റ് മൈനേഴ്സ്. റാറ്റ് നമ്മുടെ നാടൻ എലി തന്നെ ആണ്. തുരപ്പനെലി പോലെ തുരന്ന് അകത്ത് ചെന്ന് ഈ കൽക്കരി ശേഖരിക്കുന്ന ആളുകൾ. ഒരാളെ രക്ഷിക്കുവാൻ ലോകത്തിൻ്റെ സകല സാങ്കേതിക വിദ്യകളും പരാജയപ്പെട്ടു പോയപ്പോൾ പരമ്പരാഗത ശൈലിയിൽ മാനുവലായിട്ട് കൈകൊണ്ട് അധ്വാനിച്ച് തുരന്ന് എലി തുരക്കുന്നത് പോലെ തുരന്ന് ചെന്ന് അവരെ രക്ഷിച്ചു. ഇന്ന് നമ്മൾ തുരങ്കം സൃഷ്ടിക്കുന്ന ആളുകളാണ്. ചില ആളുകളെയൊക്കെ മലയാളത്തിൽ കളിയാക്കി വിളിക്കാറുണ്ട്, തുരപ്പനാണ് എന്ന് പറയും. എലിയെക്കുറിച്ചല്ല പറയുന്നത്. അവൻ ഇരുന്നാൽ തുരക്കും, കൊണ്ടേ പോകത്തുള്ളൂ. ആ തുരക്കുന്നതല്ല പറയുന്നത്. എന്തിനാണ് തുരക്കുന്നത്? എന്തിനാണ് അധ്വാനിക്കുന്നത്? സുവിശേഷത്തിന് വേണ്ടി ത്യാഗപൂർവം ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാ ക്ലേശങ്ങളും സഹിച്ച് തുരന്ന് ചൂടിനെയും തണുപ്പിനെയും വകവയ്ക്കാതെ പോയ പൂർവ്വ മാതാപിതാക്കളുടെ ശുശ്രൂഷകളുടെ ബാക്കി പത്രത്തിൻ്റെ പ്രശംസ പറഞ്ഞുകൊണ്ടാണ് ഇന്നും നമ്മൾ സുവിശേഷ വേല ചെയ്യുന്നതെന്ന് ഓർത്തുകൊള്ളണം. ഇത് തുരക്കുവാൻ യോഹന്നാൻ സ്നാപകനെ പോലെയുള്ള ബലിഷ്ഠമായ കരങ്ങൾ ഉള്ള ഈ ആളുകളെ, ചെറുപ്പക്കാരെ ഇന്ന് ആവശ്യമാണ്. സീനിയർ സിറ്റിസൻസിനെ കൊണ്ടൊക്കുമെന്ന് തോന്നുന്നില്ല. ഒരു പിടി മണ്ണ് മാന്തുമ്പോഴേ കൈ ഒടിഞ്ഞു പോകും. അതുകൊണ്ട് 6 പാക്ക് മസിലുള്ള, രാവിലെയും വൈകിട്ട് ഹൈവേയിൽ കൂടി ഓടി പദം വരുത്തുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ജിമ്മിൽ പോയി മസിലുരുട്ടി പഠിക്കുന്ന നമ്മുടെ മക്കളെ സുവിശേഷത്തിന് വേണ്ടി പുതിയ വഴിവെട്ടുവാൻ ഈ അടൂർ ഭദ്രാസനത്തിൽ നിന്ന് വന്യനായ അഭിവന്യനായ സറാഫീം തിരുമേനി ഈ ഭദ്രാസനത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഭാരതത്തിൻ്റെ പുതുവഴികളിലേക്ക് സുവിശേഷത്തിൻ്റെ പുതുവഴി വെട്ടുന്ന അത്യാധുനിക സ്നാപക യോഹന്നന്മാർ ഉയരുന്നതാണ് കാണാൻ കൊതിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒന്നാമത്തെ ചിന്ത നിർത്തുകയാണ്. യോഹന്നാൻ സ്നാപകൻ വഴി വെട്ടി തുറന്നവൻ ആണ്. മരുഭൂമിയിൽ പെരുവഴി വെട്ടിയവൻ. രണ്ടാമത്തെ ചിന്ത പറയുന്നു, വഴി വെട്ടിയവൻ വഴി കാട്ടിയവനും ആണ്. ആദ്യത്തേത് പേവ് ദ വേ, രണ്ടാമത്തേത്
ഷോ ദ വേ. വഴി വെട്ടി തുറന്നവൻ ഇത് തന്നെയാണ് വഴി എന്ന് പറഞ്ഞു. മരുഭൂമിയിൽ വേറിട്ട വഴി വെട്ടിയ ആൾ എങ്ങനെയാണ് ഇത് തന്നെ വഴി എന്ന് പുറകിൽ വരുന്ന ആളുകൾക്ക് ഫോളോ ചെയ്യുവാനായി സാധിക്കുന്നത്? വഴി വെട്ടുക എന്ന് പറയുന്നത് ആ വഴി വെട്ടിയ ആളിനെ ആളുകൾ നോക്കും. ഈ ആളിനെ നോക്കിക്കണ്ടപ്പോൾ അദ്ദേഹത്തിന് വേറിട്ട സ്വരവും വേറിട്ട പ്രഭാഷണവും മാത്രമല്ല, വേറിട്ട ഒരു സാക്ഷ്യ ജീവിതം ഉണ്ട്. സാക്ഷ്യ ജീവിതത്തിലൂടെ മാത്രമേ നമുക്ക് ഒരാളെ വഴി കാട്ടാനായി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളൊരു ഫാഷൻ പോലെ ഇന്നത്തെ രോഗത്തിന് പറയുന്ന പേര് ഉണ്ട്. ഇപ്പോൾ ആരും കിഡ്നി വീക്കാണെന്നൊന്നും പറയത്തില്ല. എങ്ങനെ ഇരിക്കുന്ന രോഗം ഇപ്പോഴത്തെ ഈ ജീവിതശൈലി രോഗം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പുതിയ സ്റ്റൈലിലാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ചെറിയൊരു കോട്ട ലൈഫ് സ്റ്റൈൽ ഡിസീസ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് പെടാത്തതൊന്നും ഇല്ല. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒരഭിമാനത്തോടുകൂടെ നമ്മൾ പറയുകയും രഹസ്യമായിട്ട് മരുന്ന് കഴിക്കുകയും ആരും അറിയാതെ സുഷിരമിട്ട് ഓപ്പറേഷൻ നടത്തുകയും ചെയ്യുന്ന ധാരാളം വിദഗ്ധരായ ആളുകളുണ്ട്. പ്രത്യേകിച്ച് മധ്യസ്ഥ പ്രാർത്ഥന ഇരുന്നവർ ഓർക്കേണ്ട കാര്യങ്ങൾ ഇല്ല. ലൈഫ് സ്റ്റൈലിന് പ്രത്യേക പ്രാർത്ഥന ആവശ്യമില്ല. യോഹന്നാൻ സ്നാപകനോട് ചോദിച്ചാൽ പറയും, എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് തെരുവിൽ നിന്ന് സാക്ഷ്യം പറയുന്നതല്ല, എടവ മിഷൻ്റെ സെൻട്രൽ മീറ്റിങ്ങിലുള്ള സാക്ഷ്യം അല്ല, ഡിസംബർ മാസം 31 തിരുമുഹൂർത്തത്തിന് എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയുന്നതല്ല. അദ്ദേഹം പറയുകയാണ്, മൈ വിറ്റ്നസ് ഈസ് എ ലൈഫ് സ്റ്റൈൽ വിറ്റ്നസ്. ജീവിതശൈലി സാക്ഷ്യം കൊണ്ട് ആളുകൾക്ക് പറയാതെ വഴികാട്ടിക്കൊടുത്ത ആളാണ് ഈ യോഹന്നാൻ സ്നാപകൻ. ഞാൻ നേരത്തെ അദ്ദേഹത്തെ പറ്റി പറഞ്ഞു, ഉന്നതമായ ആദർശമാണ് അദ്ദേഹത്തിന്. ആ പറയുന്ന കാര്യങ്ങളൊന്നും ഒരു സാധാരണക്കാരന് മനസ്സിലാകത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ആദരണീയനായ വന്യ ബഹുമാനിതനായ പെരിയ ബഹുമാനപ്പെട്ടെന്നൊന്നും പറയുന്നതിന് ഒരൊറ്റ വാക്കേ ഉള്ളൂ. ഒരിടത്തെ അഭിസംബോധന പറഞ്ഞുള്ളൂ, പിന്നെ പറയാൻ സമ്മതിച്ചാണിതില്ല. മൈ ഡിയർ സർപ്പസന്തതികളെ, അതോടുകൂടി ആൾക്കാർ പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു വേദിയിൽ ഒന്നുമല്ല അദ്ദേഹം നിൽക്കുന്നത്. ഉന്നതമായ ആദർശശുദ്ധിയോടുകൂടെ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യജീവിതത്തെ രൂപപ്പെടുത്തിയത് ദർശനത്തിന് എത്രമാത്രം ഔന്നത്യമുണ്ടോ ജീവിതത്തിൽ അത്രമാത്രം ലാളിത്യം ചേർത്ത് വെച്ച ആളാണ് ഈ യോഹന്നാൻ സ്നാപകൻ. ബാക്കിയെല്ലാം വായിക്കാൻ സമയമില്ല. ഇവിടെ നമ്മൾ വായിച്ച് കേട്ടല്ലോ, യോഹന്നാനോ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ധരിച്ചും വെട്ടുക്കിളിയും കാട്ടുതേനും ഉപജീവിച്ചും പോന്നു. ഗാന്ധിജി റൗണ്ട് ടേബിൾ കോൺഫറൻസ് കഴിഞ്ഞ് ഇന്ത്യയിൽ വന്നപ്പോൾ ചോദിച്ചെന്നാണ് പറയുന്നത്, എന്താണ് ഈ ഇന്ത്യക്ക് പുതുതായിട്ട് പറയാനുള്ള ഒരു മെസ്സേജ്? നിശബ്ദനായി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഇന്നത്തെ നേതാക്കന്മാരുടെ ഉച്ചസ്ഥായിയിൽ പറയുന്ന ആളല്ലായിരുന്നു. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. പത്രക്കാരൻ വന്ന വഴി പോയി. എൻ്റെ ജീവിതമല്ലാതെ എനിക്ക് വേറൊന്നും നിങ്ങളോട് പറയാനായിട്ട് ഇല്ല. നോക്കുക അദ്ദേഹത്തിൻ്റെ ലാളിത്യം. ആഹാരം വെട്ടുക്കിളി കാട്ടുതേൻ, വസ്ത്രം ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പ് തോൽവാറ്, താമസം മരുഭൂമി. ഇത് കേൾക്കുമ്പോൾ ആളുകൾ വിചാരിക്കും, ഇത്രയും പാവമായവനൊക്കെ എങ്ങനെ വഴിവെട്ടി എന്നുള്ളത്. ഇപ്പോൾ പാവങ്ങൾ നമ്മുടെ അടുക്കലില്ലല്ലോ. ഇപ്പോൾ ആഡംബര ജീവിതത്തിന് വലിയ ചിലവൊന്നും ഇല്ല, പക്ഷേ ലാളിത്യ ജീവിതത്തിന് തീ പിടിച്ച വിലയാണ്. ഇൻ്റർനാഷണൽ പണ്ടൊക്കെ ഗൾഫിൽ നിന്നൊരാൾ വരുമ്പോൾ ഒരു ഫോറിൻ തുണി ഷർട്ട് പീസ് വാങ്ങിക്കാൻ അവൻ്റെ വീടിൻ്റെ പടിക്കൽ റേഷൻ കടയെക്കാട്ടിൽ ക്യൂ ആണ്. നല്ല പോളിസ്റ്റർ ജുബയുടെ തുണി വന്നിട്ടുണ്ട്, എത്ര ആണെങ്കിലും തരാം, അടുത്ത കല്യാണത്തിന് പോകാൻ വേണ്ടിയാണ്. പിന്നെ ഉടുക്കും തോറും അഴിയും തോറും ഉടുക്കുകയും ചെയ്യുന്ന അന്നത്തെ ഈ പിന്നെ കൈലി ഉണ്ടായിരുന്നു. എത്ര രൂപ കൊടുത്തു അത് വാങ്ങിക്കാനായിട്ട് ആളുകൾ ക്യൂ നിൽക്കും. ഇപ്പോൾ ഫോറിൻ തുണിയും ഒന്നും ആർക്കും വേണ്ട, തനി നാടൻ മതി. അല്ലാത്തത് 100 രൂപയ്ക്ക് കിട്ടുന്നത് തനി നാടൻ ചോദിക്കുമ്പോൾ 250 രൂപ എന്ന് പറഞ്ഞാൽ നാടന് വില കൂടുതൽ
ബ്രോയിലറിന് വിലക്കുറവാണ്. പല്ലിന് കുഴപ്പമോ ശൗര്യം ഇല്ലാത്തവർക്ക് നാടൻ കടിച്ചു പറിക്കാൻ ഒക്കുമെന്നുണ്ടെങ്കിൽ, പക്ഷേ തീ പിടിച്ച വില ആണ്. അതുകൊണ്ട് ഈ യോഹന്നാൻ സ്നാപകൻ്റെ തനിനാടൻ ശൈലി, ജീവിതശൈലി ഇന്ന് ജീവിക്കാൻ ഒക്കുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറയും ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. അടൂരിലാണ് ഞാൻ ആദ്യമായിട്ട് പഴങ്ങഞ്ഞിക്കട കണ്ടത്. അന്നൊക്കെ കണ്ടപ്പോൾ എനിക്ക് അടൂർക്കാരോട് അങ്ങ് വളരെ പുച്ഛം തോന്നി. ഇവരെന്നാണ് ഇനി ഒരു ആധുനിക ലോകത്തിലേക്ക്? അമ്മച്ചിയുടെ പഴങ്ങഞ്ഞിക്കട ഇതിപ്പോൾ 5 സ്റ്റാർ ആക്കിയെന്ന് തോന്നുന്നുണ്ടോ ഇല്ലയോ എനിക്കറിയത്തില്ല. പക്ഷെങ്കിൽ വില തീ പിടിച്ചതാണ്. വലിയ ഹോട്ടലിൽ ചെന്നാൽ ഏറ്റവും വില കൂടുതൽ ചട്ടിച്ചോറാണ്. ചട്ടിയൊക്കെ ആർക്ക് വേണമായിരുന്നു? ചട്ടിയും കലമൊക്കെ എടുത്ത് കളഞ്ഞ് ഉറിയും കളഞ്ഞേച്ചാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. പക്ഷെ ചട്ടിച്ചോറിന് അമ്മച്ചിയുടെ പഴങ്കഞ്ഞിക്കും വിലയാണ്. കല്യാണത്തിന് നമുക്ക് എത്ര ആധുനിക സംവിധാനങ്ങളും ലോറിയെ കൊണ്ടൊന്ന് നമുക്ക് നടത്താം. പക്ഷേ ഒരു നാടൻ കാളവണ്ടിയും മണവാളിനെയും മണവാട്ടിയും കൊണ്ടുപോകണമെന്ന് കണ്ടാൽ 1,00,000 രൂപയെങ്കിലും മുടക്കേണ്ടതായിട്ട് വരും. അവൻ്റെ ചാണകം എടുക്കാൻ തന്നെ 2 പേരെ നമ്മൾ 6 അടി ഉയരമുള്ള ആൾക്കാരെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്, ചിരിച്ചു കളയരുത്, ലളിത ജീവിതം എന്ന് പറയുമ്പോൾ അത്ര ലളിതമല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ലാളിത്യം എന്ന് പറയുന്നത് കൊച്ചു കാര്യമല്ല പ്രിയമുള്ളവരെ. ഇന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കുക, കുളിക്കാതെ നനയ്ക്കാതെ ജീവിക്കുക എന്ന് പറഞ്ഞ ഒരു വിഷയമല്ല. പണ്ട് കുളിക്കാതെ സ്കൂളിൽ ചെന്നാൽ അവനെ അന്നേരമേ നടു റോഡിലോട്ട് ഇറക്കി വിടും, അല്ലെങ്കിൽ ടാപ്പിൽ നിന്ന് വെള്ളം പിടിച്ച് അവനെ മണ്ടയ്ക്ക് ഒഴിക്കും, നാറ്റമാണെന്ന് പറയും. ഇപ്പം ആ നാറ്റം ഒന്നും ഒരു വിഷയമേ അല്ല. ഫ്രീക്കനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയ്യോ സോറി ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. അന്നേരം പറയാം അടുത്ത വർഷം കൺവെൻഷന് മുമ്പ് കുളിച്ചാൽ മതി എന്നുള്ള രീതിയിൽ അവനെ നമ്മൾ പ്രത്യേക പദവിയിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്, ആദർശത്തിൻ്റെ ഔന്നത്യത്തിലിരിക്കുന്നയാൾ ലാളിത്യത്തിൻ്റെ ഏറ്റവും താഴത്തെ പടിയിൽ. പ്രിയമുള്ള മാർത്തോമാ വിശ്വാസികളെ, ആദർശവും നിലപാടുമാണ് സാക്ഷ്യത്തിൻ്റെ ഏറ്റവും വലിയ കാര്യങ്ങളായിട്ട് സൂക്ഷിക്കേണ്ടത്. ശരി ദിശയിലേക്കുള്ള വഴികാട്ടിയായിട്ട് നിൽക്കുന്ന ആള് ഈ യോഹന്നാൻ സ്നാപകൻ പറയുന്നത്, ഞാൻ ക്രിസ്തുവല്ല, ഞാൻ ഏലിയാവല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രവാചകന്മാരുടെയും ആൾ ദൈവത്തിൻ്റെയും കൂട്ടത്തിൽ ഞാൻ പെടത്തില്ല, ഞാൻ അതിനെക്കാട്ടിലെല്ലാം താഴെയാണ് എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഐ ആം സംതിങ് എന്ന് ഈ വിശ്വാസ ജീവിതത്തിൽ സുവിശേഷത്തിൻ്റെ പിന്നിൽ സഭയുടെ കെയറോപ്പിൽ ഞെളിഞ്ഞു നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാത്രിയിൽ ഇവിടെ വെച്ച് പറഞ്ഞിട്ട് പോകണം, ഐ ആം നോട്ട് സംതിങ്, ഐ ആം നത്തിങ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്ര ഡിഗ്രി കയ്യിലുണ്ടെങ്കിലും, ഏതെല്ലാം കഴിവുകളുണ്ടെങ്കിലും, എത്ര പാട്ടുപാടിയാലും, ഏത് ഡ്രസ് കോഡ് ഇട്ടാലും, ഏത് വാഹനം ഉപയോഗിച്ചാലും ദൈവസന്നിധിയിൽ പറയണം, ഐ ആം നത്തിങ് ബിഫോർ യു. നിൻ്റെ സന്നിധിയിൽ ഞാൻ ഒന്നുമല്ല, ഏതുമല്ല. നമ്മുടെ പ്രാർത്ഥനയൊക്കെ ശക്തമായ പ്രാർത്ഥനയാണ്, മാറ്റാതിരുന്നാൽ മതി. കർത്താവേ, ഞങ്ങൾ മണ്ണും ചാരവുമാകും. ഈ പ്രാർത്ഥിക്കുന്ന ആളോ അവിടെ നിൽക്കുന്ന ആളോ ഇതവരുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മണ്ണും ചാരവും അവർ കണ്ടിട്ടേ ഇല്ല. എങ്കിലും ഓർക്കുക, അതിനെക്കാട്ടിൽ താഴെ ഒരെണ്ണം പറയാനില്ലാത്തത് കൊണ്ട് പിതാക്കന്മാർ എഴുതുക. ഈ യോഹന്നാൻ സ്നാപകൻ ഞാൻ ക്രിസ്തു അല്ല എന്ന് പറയാൻ കാരണം, ആ കാലഘട്ടത്തിൽ എസ്സിൻ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെല്ലാം യോഹന്നാനെ ക്രിസ്തുവായിട്ട് വാഴിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. ഒരു പ്രയാസമില്ലായിരുന്നു, അന്ന് ആരും എതിർക്കത്തില്ലായിരുന്നു. അത് തന്നെ ഞാൻ എന്നൊക്കെ അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു, ഓക്കെ ആയിട്ട് പോയേനെ. എന്നാൽ അദ്ദേഹം വില്യം ബാർക്ലേ പറയുന്നത്, ഞാൻ ക്രിസ്തുവല്ല എന്ന് പറയണമെങ്കിൽ ക്രിസ്തു ഇവിടെ അടുത്തുണ്ട് എന്ന ബോധ്യമുള്ളവന് മാത്രമേ ഞാൻ ക്രിസ്തു അല്ല എന്ന് പറയാനൊക്കത്തുള്ളൂ. എൻ്റെ അടുത്ത് ക്രിസ്തു നിപ്പുണ്ട്, അവന് പകരമായി അവൻ്റെ പേര് എനിക്കിടരുത് എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഓർക്കുക, നമ്മൾ എന്തെല്ലാമായിട്ട് സംതിങ് ആയിട്ട് പൊങ്ങുമ്പോൾ ഓർത്തോണം, ഞാൻ വഴി കാട്ടിക്കൊടുക്കേണ്ട ആള് ക്രിസ്തു എൻ്റെ അടുക്കൽ നിൽക്കുകയാണ്. പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. വിശ്വാസ ജീവിതത്തിൽ നമ്മൾ വഴി വെട്ടിയാൽ പോരാ, വഴി കാട്ടുന്ന ആളുകളായി തീരാം. നമ്മുടെ ജീവിതത്തിൽ ആർക്കെല്ലാം നമ്മൾ വഴികാട്ടികളായി തീർന്നിട്ടുണ്ട്. റിസർച്ച് ചെയ്യുന്ന ആളുകൾക്ക് തീസിസ് എഴുതാൻ ഗൈഡിനെ കിട്ടും. ബുദ്ധിയുള്ള പിള്ളേരാണെന്ന് അവർ തന്നെ എഴുതിക്കോളും, ഗൈഡായിട്ട് കൂടെ ഇരുന്നാൽ മാത്രം മതി. പിന്നെ എന്നെ പോലെയുള്ള ആളുകൾക്ക്
ബുദ്ധിയുടെ ആ ലെവല് മനസ്സിലാക്കി വട്ടപ്പറമ്പിൽ ഗോപിനാഥൻ പിള്ള ആദ്യമായ ആളുകൾ, വട്ടപ്പറമ്പെന്ന് കേൾക്കുമ്പോൾ കുഴപ്പമാണെന്ന് വിചാരിക്കരുത്, അവർ നല്ല ഒന്നാന്തരം ഗൈഡ് എഴുതി തരും. ഈ ടെസ്റ്റ് പഠിപ്പിക്കുന്നതൊന്നും മനസ്സിലായില്ലെങ്കിലും ഗൈഡ് അത്യാവശ്യം വായിച്ചുകൊണ്ട് പോയാൽ 210 വഴി ദൈവം തമ്പുരാൻ തരും. അപ്പോൾ ഗൈഡ് നമ്മൾ ആർക്കൊക്കെ വഴി കാട്ടിയിട്ടുണ്ട്, നമ്മൾ കാണിച്ച വഴിയിലൂടെ പോയി അപകടകരമല്ലാതെ മുന്നോട്ട് പോയി രക്ഷപ്പെട്ടവർ ഇവിടാണ്. പലരെയും നമ്മൾ ഇത് നല്ല വഴിയാണ്, വണ്ടി വിട്ടു പൊക്കോ എന്ന് പറഞ്ഞ് പിന്നെ അടുത്ത ദിവസത്തെ പത്രത്തിൽ കണ്ടിട്ടുണ്ട്, കനാലിൽ ചാടിക്കിടക്കുന്നു. നമ്മൾ വഴി പറഞ്ഞു കൊടുത്തതാണ്, ഇതാണ് ഏറ്റവും എളുപ്പ വഴി, അടൂർ കഴിഞ്ഞാൽ ഉടൻ തന്നെ കൊട്ടാരക്കര എത്തും, കനാൽ വഴി താഴോട്ട് കിടക്കുന്നു. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വഴി ഏതാണ് എന്ന് ചിന്തിക്കുക. ഒരമ്മച്ചി വീട്ടിലൊരു വലിയ ഭാരമായി തീർന്നപ്പോൾ, ഇനിയിപ്പോൾ എവിടെയാണെന്ന് ഇത്ര ഓൾഡ് ഏജ് വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് മകൻ വിചാരിച്ചു ഉൾവനത്തിൽ കൊണ്ടുവിടാം. അപ്പോൾ മകൻ മുന്നിൽ നടന്നു പോവാണ്, അമ്മച്ചി തൊട്ട് പുറകിൽ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് മകൻ ഈ അമ്മച്ചിയെ തിരിഞ്ഞു നോക്കും, തിരിച്ചു പോയോന്ന് നോക്കാനായിട്ടല്ല, അമ്മച്ചി സ്ലോയിലാണ് നടക്കുന്നത്. ഇടയ്ക്ക് അവൻ പറയുന്നുണ്ട്, പെട്ടെന്ന് വാ അമ്മച്ചി, ഇനി കൊണ്ട് വിട്ടിട്ട് പോകേണ്ടതാണ്, അതുള്ള ധൃതിയൊക്കെ വെച്ചു. പക്ഷെ അവൻ ഇടയ്ക്ക് ഈ മകൻ തിരിഞ്ഞു നോക്കിയപ്പോൾ, മകനൊരു വഴി ഒപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത്, ഈ മകൻ പകുത്തു വെക്കുന്ന വഴി അമ്മച്ചി കുറേ കൂടെ വിശാലമായിട്ട് വൃത്തിയാക്കി പുറകെ വരിക. അമ്മച്ചിയോട് ചോദിച്ചു, എന്തുവായപ്പോൾ ഇവിടെ എല്ലാം വഴി ഇത്ര വൃത്തിയായിക്കൊണ്ടിരിക്കുന്നത്? അന്നേരം അമ്മച്ചി പറഞ്ഞു, മോനെ, നീ എന്നെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരണമല്ലോ, നീ തെളിക്കുന്ന വഴിയൂടെ പോയാൽ ആ പുല്ലെല്ലാം നേരെ പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്ക് അകത്ത് കയറും, നിനക്ക് നടക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നീ വരുമ്പോൾ നിൻ്റെ കാലിൽ ഒരു മുള്ളു പോലും കൊള്ളാതിരിക്കാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ വഴി വൃത്തിയാക്കിയായിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞു. നമ്മൾ വഴികാട്ടികളായിട്ട് പോകുന്നത് ആർക്ക് അപകടത്തിനാണ്, ആർക്ക് അനുഗ്രഹത്തിനാണ്. പ്രളയം 2018 മലപ്പുറംകാരൻ ഒരു മുക്കുവൻ, അദ്ദേഹത്തിൻ്റെ പേര് ജയ്സൽ KP, ബോട്ടിൽ ആളുകളെ കയറ്റുമ്പോൾ സ്ത്രീകൾക്ക്, പ്രായമുള്ളവർക്ക് ബോട്ടിലോട്ട് കയറാനായിട്ട് നേരത്തെ പ്രാക്ടീസൊന്നും കൊടുത്തില്ലല്ലോ. 2018 വെള്ളം വരുന്നു, ബോട്ട് പരിശീലനമൊന്നും നടത്തിയില്ല, മുങ്ങിക്കഴിഞ്ഞാൽ അറിയുന്നേ. അവൻ മുക്കുവൻ വെള്ളത്തിൽ കമന്ന് കിടന്ന് അവൻ്റെ മുതുകിൽ ചവിട്ടിയാണ് വള്ളത്തിലോട്ട് കയറുന്നത്. നമ്മൾ വഴിയായിത്തീരുന്ന ആളുകൾ. നമുക്കൊരു നല്ല ഓമനപ്പേരുണ്ട് ചരിത്രത്തിൽ. ക്രിസ്ത്യാനികൾ വെറും മത കൂട്ടരൊന്നുമല്ല, മാർഗവാസികൾ. ടി ഫിലിപ്പച്ചൻ ഇവിടെ ഇരിക്കുന്ന അതിൻ്റെ ഉസ്താദാണ്. ക്രിസ്ത്യാനികൾ മാർഗവാസികൾ ആണ്. ക്രിസ്തു മാർഗം, ക്രിസ്തുവിൻ്റെ വഴി, രക്ഷയുടെ വഴി എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളുകളാണ് മാർഗവാസികൾ. നസ്രാണികൾ എന്നും പേരുണ്ട്. ആണിരോഗമുള്ളവരല്ല, നസ്രായൻ്റെ പിന്നിൽ അണിനിരക്കുന്ന ആളുകൾ, നസ്രായനെ ശരിക്കും അനുഗമിക്കുന്നതായ ആളുകൾ, നസ്രായൻ പോയ വഴിയിലൂടെ മാത്രം ചരിക്കുന്ന ആളുകൾ. ആ വഴിയെ സഞ്ചരിക്കുന്ന ഒരു ക്രിസ്ത്യാനിയുടെ പുറകെ പോയാൽ അവൻ അപകടമില്ല, അവൻ അനുഗ്രഹമാണെന്ന് കാണിച്ചു കൊടുത്തിട്ടുള്ള ആളുകൾ. അങ്ങനെയെങ്കിൽ യോഹന്നാൻ സ്നാപകൻ ഒരു പുതിയ പേരിട്ട് ഞാൻ ഈ പോയിന്റ് നിർത്തുകയാണ്, 5 മിനിറ്റ് കൂടെ ഉള്ളൂ. വടക്ക് നോക്കി യന്ത്രം, സിനിമയുടെ പേരല്ല, അങ്ങനെ ഒരു യന്ത്രമുണ്ട്. യോഹന്നാൻ സ്നാപകൻ വഴികാട്ടിയായി തീർന്ന് അന്ന് അവനിടാൻ ആരെങ്കിലും പത്രപ്രവർത്തകരുണ്ടായിരുന്നുവെങ്കിൽ ഒരു പേരിടാമായിരുന്നത് ക്രിസ്തു നോക്കി യന്ത്രം. ഈ പറഞ്ഞ പ്രഭാഷണങ്ങളും ഈ പറഞ്ഞ ജീവിതശൈലികളും ഈ മരുഭൂമിയിലെ സ്നാനപ്രക്രിയകളും മാനസാന്തരത്തിന് ഫലം പുറപ്പെടുവിക്കണമെന്ന് പ്രസംഗിച്ചതിൻ്റെയും എല്ലാം പിന്നിൽ ഈ യോഹന്നാൻ സ്നാപകന് ഒരു വഴി ബോർഡ് മാത്രമേ വെക്കാനുള്ളൂ. യോഹന്നാൻ സ്നാപകൻ സമം ക്രിസ്തു നോക്കി യന്ത്രം. ഈ യോഹന്നാനെ നോക്കിയാൽ ക്രിസ്തുവിനെ കാണാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ സാക്ഷ്യത്തിൻ്റെ വഴി എവിടെ നിൽക്കുന്നു? ഇന്ന് പള്ളികളിലുമെല്ലാം നല്ല രീതിയിൽ ഓഡിറ്റിങ് നടക്കുന്നുണ്ട്. കണക്ക്, സോഷ്യൽ ഓഡിറ്റിംഗ് എന്നും പറഞ്ഞ് ഇച്ചിരി വിശാലമായ ഓഡിറ്റിംഗ് ഉണ്ട്. ഞാനന്ന് പറഞ്ഞു നോക്കുവാണ്,
എന്നെ ഉൾപ്പെടെ, ആദ്യം എന്നെയാണ് ചെയ്യേണ്ടത് പറയുക, ഈ കൺവെൻഷന് പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ, സുവിശേഷത്തിൻ്റെ കസ്റ്റോഡിയൻസായിട്ട് നടക്കുന്ന ആളുകൾ, അവരെയൊക്കെ ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം. എങ്ങനെ ഇരിക്കുന്നു എന്നറിയാം. യോഹന്നാൻ സ്നാപകൻ്റെ ജീവിതത്തെ ഓഡിറ്റ് ചെയ്താൽ കൃത്യമായി 100-ൽ 100 പറഞ്ഞതും പ്രവർത്തിച്ചതും അവൻ്റെ പ്രഭാഷണവും അവൻ്റെ ജീവിതവും ഒന്ന് തന്നെയാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. രണ്ടാമത്തെ ചിന്തയും ഞാൻ അവസാനിപ്പിച്ചു. അവൻ വഴി കാട്ടിയായവൻ. അവസാനത്തെ ഒറ്റ വാക്കിൽ നമുക്ക് തീർക്കാനുള്ളതേ ഉള്ളൂ. വഴി മാറിയവൻ ആണ് യോഹന്നാൻ സ്നാപകൻ. ഇത്രയും രംഗത്ത് നിന്ന് ഗസ്റ്റ് റോൾ അഭിനയിച്ചയാൾ എന്ന ശരീരമായിരുന്നു, എന്തൊരു വേഷ സംവിധാനമായിരുന്നു, എന്തൊരു പ്രസംഗമായിരുന്നു, എന്തൊരു തകർപ്പായിരുന്നു, എന്തൊരു ഹൈവേ ആണ് വെട്ടിയത്. പക്ഷെങ്കിൽ അവൻ പ്രതിമ സൃഷ്ടിച്ച് റോഡ് സൈഡിൽ കുത്തിയിരുന്നില്ല. വഴി മാറിക്കൊടുത്തവൻ. ഗിവ് ദ വേ, പേവ് ദ വേ, ഷോ ദ വേ, ഗിവ് ദ വേ. ബസ്സൊക്കെ പോകുന്ന സൈഡിൽ ഇംഗ്ലീഷുകാരുടെ രീതിയിൽ എഴുതിയിട്ടുണ്ട് ഗിവ് വേ. വഴി വെട്ടിയവൻ, വഴി കാട്ടിയവൻ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചു. ക്രിസ്തുവാണെന്ന് ബോധ്യമായി. ക്രിസ്തുവാണെന്ന് തൻ്റെ ശിഷ്യന്മാർക്ക് മനസ്സിലായി. കൂടെ നിന്ന് ശിഷ്യന്മാർ ഇനിയും ക്രിസ്തുവിൻ്റെ കൂടെ പോവാണെന്ന് പറഞ്ഞു. ഓക്കെ, യാത്രയപ്പ് കൊടുത്ത് വിട്ടു. സന്തോഷം, എൻ്റെ സ്റ്റാഫിനെ എടുത്തോ എന്ന് പറയുകയാണ്. അരങ്ങിൽ നിന്ന് അണിയറയിലേക്ക് വഴിവെട്ടിക്കഴിഞ്ഞ് വഴി കാട്ടിക്കൊടുത്ത് ക്രിസ്തു നോക്കി യന്ത്രത്തെ ശരിയായ രീതിയിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അരങ്ങിൽ നിന്ന് അവൻ അണിയറയിലേക്ക് പിന്നിലേക്ക് വാങ്ങുകയാണ്. എനിക്ക് ശേഷം പ്രളയം, ഇതൊരു സാധാരണ ചൊല്ലാണ്. സൈമണച്ചൻ പ്രസംഗിക്കാനില്ല, പിന്നെ എന്തോ കൺവെൻഷനാണ്. ഞാൻ പാടിയില്ലെങ്കിൽ പിന്നെ എന്തോ പാട്ടാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് പുകഴുവാനുള്ളത്. ഞാൻ ഇരുന്ന ഇടവക, ഞങ്ങളെ അച്ഛന്മാർക്ക് ചില രോഗങ്ങളുണ്ട്, എല്ലാ രോഗം പുറത്ത് പറയാനൊക്കുന്നതല്ല. അവർ ഇരുന്ന് കഴിഞ്ഞ് പോയി കഴിഞ്ഞും അവിടെ ഇടയ്ക്കിടയ്ക്ക് പോയിരിക്കും. കാര്യം വഴി മാറിക്കൊടുക്കത്തില്ല, മനസ്സുകൊണ്ട് വഴി മാറത്തില്ല. ബാക്കി പോസ്റ്റിലിരിക്കുന്നവരുടെ ഒന്നും ഞാൻ പറയുന്നില്ല, തിരിച്ചു പോകാനൊക്കാത്തതുകൊണ്ട്. എനിക്ക് ശേഷം പ്രളയമല്ല പ്രിയമുള്ളവരെ, എനിക്ക് ശേഷം പ്രഗൽഭൻ വരും. അവൻ്റെ ചെരുപ്പിൻ്റെ വാറുകളെ അഴിപ്പാൻ, കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, എന്നെക്കാട്ടിൽ യോഗ്യനാണ് വരുന്നത്. സഭയ്ക്ക് തിരുമേനിമാർ, സഭയ്ക്ക് വൈദികർ, സഭയ്ക്ക് പട്ടക്കാർ, സഭയ്ക്ക് സുവിശേഷകർ, സ്ഥാപനത്തിന് എച്ച്എമ്മുമാരും പ്രിൻസിപ്പലുമാരും ഡയറക്ടർമാരും ഓരോ കാലഘട്ടത്തിൽ ദൈവം തമ്പുരാൻ തരും. അതിനുശേഷം നശിച്ചു പോവുകയല്ല, അതിനേക്കാൾ പ്രഗൽഭരായിട്ട് ഉള്ളവർ വരും. എന്നേക്കാൾ വലിയവൻ എൻ്റെ പിന്നാലെ വരുന്നു. അവൻ വളരണം, ഞാനോ കുറയണം. പിൻഗാമിയിൽ അസൂയ പാടില്ല, അഭിമാനം കൊള്ളണം. മലയാളികൾക്ക് ഏറ്റവും ലുബ്ധ് പൈസ കൊടുക്കുന്ന കാര്യത്തിലല്ല, അഭിനന്ദനത്തിൻ്റെ ഒരു വാക്ക് പറയുവാൻ അവൻ്റെ വായിൽ കമ്പിട്ട് കുത്തിയാലും അത് പറയത്തില്ല. എന്തെങ്കിലും രീതിയിലൊരു കുറവ് കണ്ടുപിടിച്ച് പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഏത് സമയത്തും ഒരു മെസ്സേജ് അയക്കുകയോ സോഷ്യൽ മീഡിയയിലോ അതിനെപ്പറ്റി പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ തന്നെ ചിലപ്പോൾ ഇപ്പോൾ ഇറങ്ങുമ്പോഴത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് പിൻഗാമിയിൽ അസൂയയോടെ അല്ല, അഭിമാനത്തോടു കൂടെ സന്തോഷിക്കാൻ സാധിക്കണം. ദാവീദ് ശൗൽ സംഭവം ഓർത്താൽ മതി. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000. പിന്നീട് വകവരുത്തുവാനുള്ള വഴിയാണ് നോക്കുന്നത്. പെരുന്തച്ഛനുണ്ട്, ആ പെരുന്തച്ഛൻ്റെ മുകളിൽ ഒരു പെരുന്തച്ഛൻ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ മകൻ പെരുന്തച്ഛൻ്റെ മേലെ അതുക്കും മേലെ പോവും. കൂടാരം അടിച്ചു കൂട്ടുമ്പോൾ പെരുന്തച്ഛൻ്റെ കയ്യിൽ നിന്ന് ഉളി വീഴുന്നു, വീതുളി. മകൻ ശില്പിയുടെ കഴുത്ത് ഛേദിച്ചു പോകുന്നു. കയ്യബദ്ധം പറ്റിയതല്ല, കണക്ക് കൂട്ടി ഇട്ടതാണ്. സ്വന്തം മക്കളോട് മാതാപിതാക്കൾക്ക് അസൂയ തോന്നുന്ന കാലമാണ് ഇത്.
സ്വന്തം മക്കളെ മഴുകൊണ്ട് വെട്ടിക്കൊല്ലുന്ന സ്ഥലം ഇതിന് ദൂരെ അല്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സ് ദൈവത്തിൽ ലയിച്ച് ബി ഡിസപ്പിയേർഡ് ഇൻ ഗോഡ്. തോമസ് മെർട്ടൺ പറഞ്ഞിരിക്കുന്ന നാടൻ കാര്യം മാത്രം പറഞ്ഞു പോയാൽ ഇനിയും വിളിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് കട്ടിയായ 2 കാര്യം പറഞ്ഞു നിർത്തുവാണ്. തോമസ് മെർട്ടൺ പറഞ്ഞു, ബി ഡിസപ്പിയേർഡ് ഇൻ ഗോഡ്, ദൈവത്തിൽ മറയുക, നിഷ്പ്രഭനായി തീരുക. പോപ്പ് ഫ്രാൻസിസ് ശ്രദ്ധേയനായ നേതാവാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഗെറ്റ് ലോസ്റ്റ് ഇൻ ക്രൈസ്റ്റ്, നീ ക്രിസ്തുവിൽ നഷ്ടപ്പെട്ടവനായി തീരുക. എൻ്റെ പിന്നാലെ വരുന്നവനെക്കുറിച്ചൊരു മതിപ്പ് നമുക്കുണ്ടാകും. മോശ എത്രയോ മിടുക്കനായിരുന്നു, പക്ഷേ യോശുവയിലൂടെ കനാൻ നാട്ടിലേക്ക് കാൽവെക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ഏലിയാവ് എത്രയോ ശക്തനായിരുന്നു, ഏലീശ അതിനേക്കാൾ നല്ല പിൻഗാമിയായിട്ട് വരുന്നു. ദാവീദ് ഇത്ര വലിയ രാജാവുണ്ടായിരുന്നു, ഒരു ദേവാലയ സ്വപ്നം കണ്ടവൻ. ദൈവം പറഞ്ഞു, മോനെ നീ എല്ലാം കൂടെ ചെയ്യണ്ട, മിസ്റ്റർ ശലോമോൻ ചെയ്തോളൂ. അതുകൊണ്ട് പുറകെ വരുന്നവർ ഭയങ്കര ആർക്കിടെക്റ്റാണ്, ഭയങ്കര കലാവൈഭവമുള്ളവരാണ്, കഴിവുകളുള്ളവരാണ്. അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. പറയുന്നതിൽ ക്ഷമിക്കണം. ഈ യോഹന്നാൻ സ്നാപകൻ, ജോൺ ദ ബാപ്റ്റിസ്റ്റ്, ദ ഫസ്റ്റ് എമിററ്റസ് ന്യൂ ടെസ്റ്റമെൻറ്റ് പ്രൊഫറ്റ് എവർ ഇൻ ദ വേൾഡ്. ഇനി പറയത്തില്ല, അത്ര ഇംഗ്ലീഷ് പറയാൻ അറിയത്തില്ല. ആദ്യമായിട്ട് ഒരു നല്ല പ്രവാചകൻ സ്വയം പിന്മാറി, വഴിമാറി, എമിററ്റസ് പ്രൊഫറ്റ്. അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ ബിഷപ്പുമാർ മാറുമ്പോൾ മാത്രമേ അങ്ങനെ നമ്മൾ പറയാറുള്ളൂ. കർത്താവിനെ ഉയർത്തി കാണിച്ചാൽ ഭൂമിയോളം താഴുക, കുനിഞ്ഞു വാറഴിക്കാൻ എന്നുള്ളിടത്ത് പറഞ്ഞിരിക്കുന്നത് ഭൂമിയോളം കുഴിഞ്ഞല്ല. ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, ഒരു കല്ലറയ്ക്കുള്ളിലേക്ക് ഇറങ്ങി നിന്ന് പോലും നിൻ്റെ വാറഴിക്കുവാൻ എന്നെ കൊണ്ടൊക്കത്തില്ല, ഇനി അതിനെക്കാട്ടിൽ താഴാൻ ഇല്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് വാക്കുകൾ ഞാൻ നിർത്തുന്നു. 3 ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചു. യോഹന്നാൻ സ്നാപകൻ. ഈ യോഹന്നാൻ സ്നാപകനാണ് യോർദാൻ നദിയിൽ ഇന്നേ പോലൊരു ദിവസം യേശു പറഞ്ഞു, നിന്നാൽ എനിക്ക് സ്നാനമേൽക്കണം. ഇതുപോലെ വഴിവെട്ടിയവൻ, ഇതുപോലെ വഴികാട്ടിയവൻ, ഇതുപോലെ വഴിമാറിക്കൊടുക്കുവാൻ നിൽക്കുന്ന, സാക്ഷ്യത്തിൻ്റെ അത്യുംഗ ശൃംഗത്തിൽ നിൽക്കുന്ന നീ എന്നെ സ്നാനപ്പെടുത്തണം. ആകാശം പിളർന്നു പ്രിയമുള്ളവരെ. ദ എൻ്റയർ സ്കൈ, അല്ലെങ്കിൽ ലോകം അവനായിട്ട് തുറന്നു. ആത്മാവ് പ്രാവ് പോലെ അവൻ്റെ മേൽ വന്നു. സ്വർഗത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഞാൻ വാക്കുകളെ നിർത്തുകയാണ്. നമുക്ക് ഈ ഒരു പുതിയ വർഷത്തിൽ വഴി അടയ്ക്കരുത്, മറ്റുള്ളവർക്ക് തൊരപ്പൻ പണി ചെയ്യരുത്. ദൈവത്തിന് വേണ്ടി ഇനിയും വഴി വിശാലമാക്കുവാൻ, നിരപ്പാക്കുവാനുണ്ടെങ്കിൽ കുന്നും മലയും ദൈവത്തിന് വേണ്ടി വഴിയൊരുക്കുന്നവരായി തീരണം. ആരെയും മിസ്ഗൈഡ് ചെയ്യരുത്. യഥാർത്ഥത്തിൽ അവരെ ഗൈഡ് ചെയ്യണം, രക്ഷകനിലേക്ക് ഗൈഡ് ചെയ്യണം. രക്ഷകനെ കണ്ടു കഴിയുമ്പോൾ എൻ്റെ ദൗത്യം പൂർത്തിയായി, ഇറ്റ് ഈസ് ഫിനിഷ്, സന്തോഷത്തോടുകൂടെ പടി ഇറങ്ങുന്ന, ഇനിയും രക്ഷകൻ മതി, ഇനി എൻ്റെ ശുശ്രൂഷയല്ല, എൻ്റെ ശിഷ്യന്മാർക്കല്ല പേര്, ഇനി എൻ്റെ ശിഷ്യന്മാരെ കൂടെ നീ എടുത്തു. അവനോ വളരണം, ഞാനോ കുറയണം. ഇന്ന് ശനിയാഴ്ച ദിവസം വാക്കുകളെ അവസാനം 5 മിനിറ്റ് കൂടുതൽ എടുത്തിട്ടുണ്ട്. അടുത്ത 2 വർഷത്തേക്ക് അതിൻ്റെ ഒരു ഇതായിട്ട് ശിക്ഷയായിട്ട് എന്നെ വിളിക്കത്തില്ല എന്നെനിക്കറിയാം. വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാം. ഭാഗ്യസ്മരണീയനായ VM മാത്യു അച്ഛൻ, മാരാമൺ ഇടവക അംഗം, DSMCയുടെ മുൻ ഡയറക്ടർ, കുറച്ച് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതിലൊരു പാട്ട് ജീവിതപാത എങ്ങോട്ടെന്ന് ഓർക്കുക. 2 ലൈൻ പാടുക, അറിയാവുന്നവർക്ക് ചേർന്ന് പാടാം. അത് പാടി നമ്മൾ നിർത്തുക. നിൻ വഴികൾ നീ പരമേൽപ്പിച്ചിടോ, പോകേണ്ടും പാത കാണിക്കും സർവദാ. നിൻ വഴികൾ നീ പരമേൽപ്പിച്ചിടോ, പോകേണ്ടും പാത കാണിക്കും സർവദാ. സത്യവും ജീവനും
മാർഗവുമൊന്നേ, ഇടറാതെ പോക വിശ്വാസ പാതയിൽ. സത്യവും ജീവനും മാർഗവുമൊന്നേ, ഇടറാതെ പോക വിശ്വാസ. ദൈവമായ കർത്താവേ, യഥാർത്ഥ വഴിയും സത്യവും ജീവനുമായി നിന്റെ സന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. യോഹന്നാനെ പോലെ കർത്താവിന് വേണ്ടി വഴി വെട്ടുവാൻ ഞങ്ങളെ ഒരുക്കണമേ. കർത്താവിന് വേണ്ടി കർത്താവിലേക്ക് വഴികാട്ടിയായിട്ട് നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് പിന്നിൽ വരുന്നവർ ഞങ്ങളെക്കാൾ പ്രഗത്ഭരാണ്. വഴി മാറിക്കൊടുക്കുവാൻ, സൈഡ് കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സമ്പൂർണ്ണമായി ക്രിസ്തുവിനെ നോക്കി ജീവിക്കുവാൻ, പുതിയ വർഷം പുതിയ ദർശനത്തോടെ സമർപ്പണത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.